എനിക്ക് ഞാൻ കൽപ്പിക്കാൻ പോകുന്നത്, അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറയരുത്. അള്ള സ്ഥലകാലതീതനാണ്, അള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്നു എന്ന് പറയരുത്. അള്ളാഹുവിന് 6 ഭാഗങ്ങളുണ്ടെന്ന് വിശ്വസിക്കരുത്. 6 ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ 6 ഭാഗമുണ്ടല്ലോ, മേൽഭാഗം, താഴ്ഭാഗം, മുൻഭാഗം, പിൻഭാഗം, വലതുഭാഗം, ഇടതുഭാഗം. അള്ളാഹുവിനങ്ങനെ ഭാഗങ്ങളില്ല, അള്ളാഹുവിന് അവയവങ്ങളില്ല, അള്ളാഹുവിന് സ്ഥലം ഇല്ല. കാരണം എല്ലാ സ്ഥലങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചതാണ്. അള്ളാഹു സൃഷ്ടിച്ച സ്ഥലത്ത് അള്ളുണ്ട് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ള എവിടെയായിരുന്നു എന്ന് ചോദ്യമില്ലേ? എല്ലാം അള്ള പഠിച്ചതല്ലേ? അപ്പൊ സൃഷ്ടിക്കുന്ന ഈ എല്ലാ സ്ഥലങ്ങളും അള്ള പഠിച്ചതാണ്. അപ്പൊ അത് പഠിക്കുന്നതിന് മുമ്പ് അള്ള ഇല്ലേ? ഉണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് സ്ഥലമുണ്ടോ? ഇല്ല. ഇപ്പോഴുണ്ടോ? ഇപ്പോഴും ഇല്ല. അന്നും അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന് മാറ്റമില്ല. ഇതാണ് മുസ്ലിമീങ്ങളായ നമ്മുടെ വിശ്വാസം. മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹം അടക്കം ഈ വിശ്വാസം എഴുതി വെച്ചിട്ടുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ഖുർആൻ പരിഭാഷയിൽ തന്നെയുണ്ട്. ആ പരിഭാഷയിൽ അതാ മഞ്ഞക്കളർ കൊടുത്ത ഭാഗം വായിച്ചു നോക്കൂ. എന്താണ് മുജാഹിദിന്റെ അമാനി മൗലവി എഴുതുന്നത്? ഏതെങ്കിലും ഭാഗവുമായോ പ്രദേശവുമായോ അവന് പ്രത്യേകം അടുപ്പവും ബന്ധവും ഇല്ല. അതിനാൽ അവന് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായെങ്കിലേ അവന്റെ ആഭിമുഖ്യം ശ്രദ്ധയും അതിലുണ്ടാവുകയുള്ളൂ എന്നില്ല. ഇനി അടുത്ത വാചകം ശ്രദ്ധിച്ചോളൂ. അവൻ ഏതെങ്കിലും സ്ഥലത്തോ ഭാഗത്തോ പരിമിതമായുള്ളവൻ അല്ല. അവൻ ഏതെങ്കിലും സ്ഥലത്തോ ഭാഗത്തോ പരിമിതമായുള്ളവൻ അല്ല. അള്ളാഹുവിനെ കുറിച്ചാണ് എഴുതിയത്. മുജാഹിദിന്റെ പരിഭാഷയാ വായിച്ചത്. 1952 അൽമനാറിൽ എഴുതുന്നു. അൽമനാറിലെ ഫതാവൽ മനാർ. അതിലെന്താ പറയുന്നത്? ദീനിൽ ഇല്ലാത്തതിനെ ദീനെന്ന നിലയിൽ വിശ്വസിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്ന ആൾക്കാണ് മുബ്തദി എന്ന് പറയുന്നത്. അത്തരം വിശ്വാസങ്ങളോ ആചാരങ്ങളോ ദീനിന്റെ മൗലികമായ പ്രമാണങ്ങളിൽപ്പെട്ട വല്ലതും നിഷേധിക്കുന്ന തരത്തിലോ പ്രധാന സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും പുച്ഛിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്ന നിലയിലോ ഉള്ളതാണെങ്കിൽ ആ ആൾക്ക് മുബ്തദി കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. കാണുന്നില്ലേ അടിവരയിട്ട ഭാഗം എന്ന് നോക്കിക്കോളൂ. ശേഷം അൽമനാറിൽ ഉദാഹരണം പറഞ്ഞു നോക്കിക്കോളൂ. അല്ലാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. മുഹമ്മദ് നബിക്കു ശേഷം വല്ല പ്രവാചകനും ഉണ്ടെന്നോ ഉണ്ടാകുമെന്നോ വിശ്വസിക്കുക. വല്ല സൃഷ്ടികൾക്കും വഴിപാട് പൂജ മുതലായത് നടത്തുക. സൃഷ്ടികളിൽ ആരെങ്കിലും അദൃശ്യ കാര്യങ്ങളെല്ലാം അറിയുമെന്ന് വിശ്വസിക്കുക. അങ്ങനെയുള്ള വിശ്വാസത്തോടുകൂടി ഉദ്ദേശ സാധ്യത്തിനോ ആപത്തിൽ നിന്ന് രക്ഷ നേടുവാനോ മറ്റോ സൃഷ്ടിയോട് പ്രാർത്ഥിക്കുക മുതലായ വല്ലതും ചെയ്യുന്ന ആളെ ഇതിന് ഉദാഹരണമായി എടുക്കാം. ഇനി നിങ്ങളൊന്ന് നോക്കൂ, ആ അടിവരയിട്ട ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. അല്ലാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പൊ അയാൾ ആരാവുന്ന പറഞ്ഞത്? മുബ്തദി, കാഫിർ, അവിശ്വാസിയായ അനാചാരിയായി. ഇത് മുജാഹിദിന്റെ അൽമനാർ 1952. ഇപ്പോൾ മുജാഹിദ് അവര് തീരുമാനമെടുത്തു. പടച്ചവന് കൈയുണ്ടെന്ന് പറയണം, പടച്ചവന് സ്ഥലമുണ്ടെന്ന് പറയണം, പടച്ചവന് ഭാഗമുണ്ടെന്ന് പറയണം. 1952 അൽമനാറിൽ എഴുതുന്നു, അങ്ങനെ വിശ്വസിച്ചാൽ കാഫിറാണെന്ന്. ഇപ്പോൾ പറയുന്നതുണ്ടെന്ന് പറഞ്ഞേ പറ്റൂ. അതാണ് ഇനി നിങ്ങൾക്ക് പുതിയ അൽമനാറാ കാണിക്കുന്നത്. സ്ക്രീനിൽ നോക്കിക്കോളൂ പുതിയ അൽമനാർ. സഹോദരന്മാരെ, അൽമനാറിൽ എന്താ പറയുന്നത്? ഒരു ഹെഡിങ് തന്നെ. അല്ലാഹു എവിടെ? ഹെഡിങ് ആണ്. പുതിയാപ്പള്ള കാണായിട്ട് അമ്മോശൻ പരസ്യം കൊടുത്ത മാതിരിയുണ്ട്. അല്ലാഹു എവിടെ എന്ന് പരസ്യം കൊടുത്തുകൊണ്ടതാ എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എന്താണ് എഴുതിയത്? അല്ലാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതിന്റെ ഹെഡിങ് എന്താണ്? അല്ലാഹു അർശിന് മുകളിൽ. അല്ലാഹു അർശിന് മുകളിൽ. കുറച്ചു കഴിയുമ്പോ ഇതേ പുസ്തകത്തിൽ തന്നെ അല്ലാഹു ആകാശത്തിൽ. അതാ കാണുന്നു, അല്ലാഹു ആകാശത്തിന് മുകളിൽ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് സിംഹാസനത്തിലാണ്. ഇതിന്റെ ആശയം അല്ലാഹു സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട്
തന്റെ ദാത്തോടുകൂടി സിംഹാസനത്തിൽ ഉപവിഷ്ടനാണെന്നാണ്. മുമ്പെന്താ പറഞ്ഞത്? അള്ളാഹ്ക്ക് സ്ഥലമുണ്ട് എന്ന് വിശ്വസിച്ചാൽ കാഫിറാണ്. ഇപ്പൊ പറയുന്നതോ അള്ളാഹ് ആകാശത്തിന് മുകളിൽ സിംഹാസനത്തിന്റെ മേലെയാണ്, സിംഹാസനത്തിലാണ്. ഇനി സഹോദരന്മാരെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വേറൊരു അൽമനാറാണ്. ആ അൽമനാറിൽ എന്താ പറയുന്നത് കേട്ടോളൂ. അള്ളാഹ് ഇറങ്ങുമെന്നാണ്. മേലെയാകുമ്പോൾ താഴേക്ക് ഇറങ്ങാമല്ലോ. കേട്ടോളൂ. രാത്രി 1/3 ശേഷിച്ചിരിക്കെ ഒന്നാമത്തെ ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് നബി പറഞ്ഞിരിക്കുന്നു. അപ്പോ ഒരു ശാസ്ത്രീയമായി വിവരമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യമാണ്, നമ്മൾ സാല്യൂഷൻ നടത്തിയാ പോരല്ലോ. അതെ, ചോദ്യത്തിന്റെ മറുപടി പറയണ്ടേ? എന്താ ചോദ്യം? രാത്രി 1/3 ശേഷിച്ചിരിക്കെ എന്നല്ലേ പറയുന്നത്? എവിടെ ശേഷിച്ചിരിക്കെയാണ് അള്ളാഹ് ഇറങ്ങുക? ഇന്ത്യയിൽ ശേഷിക്കുമ്പോഴാണോ അമേരിക്കയിൽ ശേഷിക്കുമ്പോഴാണോ? അമേരിക്കയിൽ ശേഷിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരല്ല എന്താ ചെയ്യാ? ഇന്ത്യയിൽ ശേഷിക്കുമ്പോഴാണെങ്കിൽ അമേരിക്കക്കാരന്റെ അള്ള എപ്പോഴാ ഇറങ്ങുക? ഇത് ഏതൊരു ബുദ്ധിയുള്ളവനും ചോദിക്കില്ലേ? സഹോദരന്മാരെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില വാചകങ്ങൾ, ഖുർആനിൽ വന്ന ചില വാചകങ്ങൾ, അതിന്റെ ബാഹ്യാർത്ഥ പ്രകാരം വിശ്വസിക്കരുതെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെച്ചില്ലേ? ഇമാം റാസി രേഖപ്പെടുത്തിയില്ലേ? അങ്ങനെയുള്ള എല്ലാ പണ്ഡിതന്മാരും ഈ ആയത്തിലും ഹദീസിലുമുള്ള ബാഹ്യാർത്ഥം വിശ്വസിക്കരുതെന്നും, അള്ളാഹ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നുവെന്ന് വിശ്വസിക്കരുതെന്നും, അള്ളാഹ് ഒരു സ്ഥലത്താണെന്ന് വിശ്വസിക്കരുതെന്നും, ഈ അള്ളാഹുവിന് കൈകാലുകളുണ്ടെന്നൊക്കെ വിശ്വസിക്കരുതെന്നും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ മദ്രസയിൽ പഠിച്ചു, നുസമ്മില്ലാഹ ശൈഅൻ ലാ കലശിയാ വദാതൻ അൻ ജിഹാതിസ് സിത്തി ഖാലി. അല്ലാഹുവിന് 6 ഭാഗങ്ങളില്ല, 6 ഭാഗങ്ങളില്ല. പക്ഷേ ഇപ്പോൾ അള്ളാഹു മേലെയാണെന്നും താഴേക്ക് ഇറങ്ങി വരുന്നുവെന്നും മുജാഹിദ് അതാ വിശ്വസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. അവർ 52 പറഞ്ഞത് എന്താണ്? അങ്ങനെ വിശ്വസിച്ചാൽ കാഫിറാണെന്നാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇത് മുജാഹിദിന്റെ ഒരു പുസ്തകമാണ് അത്തൗഹീദ്. ഇത് വിവർത്തനം ചെയ്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് ശൈഖ് മുഹമ്മദ് കാരക്കുന്ന്. രണ്ടാക്കും ഒരുപോലെ ബാധകമാണെന്നർത്ഥം. ഈ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ ബുക്കാണ് അത്തൗഹീദ്. ഇതിൽ പറയുന്നത് അള്ളാഹ്ക്ക് വലത്തും ഇടത്തുമുണ്ടെന്നാണ്. കേട്ടോളൂ, ഇടത്തും വലത്തുമുണ്ടെന്ന് മാത്രമല്ല, അള്ളാഹ്ക്ക് ഇടത്തേ കയ്യും വലത്തേ കയ്യുമുണ്ടെന്നാണ്. കേട്ടോളൂ, കണ്ടോളൂ. അള്ളാഹുവിന്റെ കൈകളെക്കുറിച്ച പരാമർശം, ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാണ്. അപ്പൊ അള്ളാഹ്ക്ക് 2 കൈ, ഒരു വലത്തേ കൈയും ഒരിടത്തേ കൈയും. വലത്തേ കൈയിൽ ആകാശം അള്ള പിടിച്ചിരിക്കുന്നു, ഇടത്തേ കൈയിൽ അള്ള ഭൂമിയും പിടിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കൂ, അള്ളാന്റെ ഇടത്തേ കൈയിലാ ഭൂമി ഉള്ളത് കേട്ടോ, വലത്തേ കൈയിലാണ് ആകാശമുള്ളത് കേട്ടോ. ഇങ്ങനെയല്ലേ മുജാഹിദ് പറയുന്നത്? ഇനി അള്ളാഹു തആല എന്താ വേണ്ടത്? വലത്തേ കൈയിലുള്ള ആകാശത്തിൽ അള്ളാഹു തആല രാത്രി 1/3 ബാക്കിയുള്ളപ്പോ ഇറങ്ങണം. കൈ പിടിച്ച സാധനത്തിൽ അള്ളാഹ് ഒന്നായിട്ട് ഇറങ്ങണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വലത്തേ കൈയിലുള്ള ആകാശം പിടിച്ചു, ഇടത്തേ കയ്യിൽ ഭൂമിയും പിടിച്ചു. എന്നിട്ട് രാത്രി 1/3 ബാക്കിയുള്ളപ്പോ അള്ളാഹു തആല ഈ ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങിയും വേണം. ഇങ്ങനെയല്ലേ മുജാഹിദ് പഠിപ്പിക്കുന്നത്? എന്നാൽ ഇങ്ങനെ ഇടത്തും വലത്തും ഉണ്ടെന്നും ഇടത്തും വലത്തും കൈയുണ്ടെന്നും അത് ഈ മുജാഹിദ് പറഞ്ഞെങ്കിൽ കരിയ സലാഹി ഉണ്ടല്ലോ, അയാളൊരു പുസ്തകം എഴുതി. അതാണ് ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്നാണ് ഇതിന്റെ പേര്. എന്തൊരു നല്ല പേര്! എന്നാ സഹോദരന്മാരെ, ഇതിൽ അയാൾ പറയുന്നത് അള്ളാഹ്ക്ക് ഇടം കൈ ഇല്ല, അള്ളാഹ്ക്ക് വലത്തേ കൈ മാത്രമേ ഉള്ളൂ, ഇടത്തേ കൈ ഇല്ല എന്നാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്. അത് കാണുന്നില്ലേ? ശ്രദ്ധിക്കണം നിങ്ങൾ. മുജാഹിദിന്റെ സ്ഥാപക നേതാവ് ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്നു, എന്ത്? അള്ളാഹുവിന് വലത്തും ഇടത്തും കൈയുണ്ട്. സക്കരിയ സലാഹി പറയുന്നു, കണ്ടോ നിങ്ങൾ? കേട്ടോളൂ, അള്ളാഹുവിന്റെ 2 കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടത് കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന് 2 കൈയും വലത്ത്, ഇടത്ത് കൈയില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം എന്താണ് മുജാഹിദെന്ന്. ഞാൻ മന്ത്രിമാരോട് പറയുന്നു,
മന്ത്രിമാര് ഇപ്പോഴുള്ള മന്ത്രിമാരോടും പഴയ മന്ത്രിമാരോടും പറയുന്നു, പണ്ടുള്ള MLA-മാരോട് ഇപ്പോഴുള്ള MLA-മാരോടും പറയുന്നു, കാണുന്ന എല്ലാ മുജാഹിദിന്റെ പരിപാടിയും പോയി ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന മുസ്ലിമായ മന്ത്രിമാരെ, മുസ്ലിങ്ങളായ MLA-മാരെ, മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരെ, നിങ്ങൾ ഈ കുഫ്ർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്തിന്റെ പേരിലാണ്? അവൻ ഈ വിധത്തിൽ കയ്യും കാലുമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, എന്നിട്ട് അല്ലാഹുവിന് വലത്തെ കൈയുണ്ടെന്നൊരു പുസ്തകത്തിലും വലത്തും ഇടത്തും കൈയുണ്ടെന്നൊരു പുസ്തകത്തിലും ഇടത്തെ കൈയില്ല വലത്ത് മാത്രമേ ഉള്ളൂ എന്ന് മറ്റൊരു പുസ്തകത്തിലും എഴുതിയിട്ട് അല്ലാഹുവിനുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ഈ രൂപത്തിൽ അമ്മാനാടിക്കളിക്കുന്ന ഒരു കളിയന്മാരല്ലേ ഇവര്? വിശ്വാസികളാണോ? മൗലവിമാർക്ക് വിശ്വാസമുണ്ടോ? അതിൽ പെട്ടുപോയ സാധാരണക്കാരുണ്ട്. നിങ്ങളൊന്ന് ശരിക്ക് ചിന്തിച്ചു വെച്ചോ. ഞാൻ പറയുന്ന പുസ്തകങ്ങൾ ഓരോന്നും കയ്യിൽ പിടിച്ചല്ലേ പറയുന്നത്. ആർക്കാണ് സംശയമുള്ളത് കാണിച്ചു തരുമല്ലോ. ആർക്കും ഇത് പരിശോധിച്ചുകൂടെ? മുജാഹിദിന്റെ അൽമനാറാണ് പറഞ്ഞത്. 1952 പറഞ്ഞത്. അല്ലാഹുവിന് ഭാഗമുണ്ടെന്നും ജഡമുണ്ടെന്നും സ്ഥലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ കാഫിറാണ്. നിങ്ങളെ പുതിയ അൽമനാറുകളിലായി ഇപ്പൊ കാണുന്നത് അള്ളാഹ്ക്ക് വലത്തേ ഭാഗവും ഇടത്തേ ഭാഗവും സ്ഥലവുമൊക്കെ നിങ്ങളിപ്പോ എഴുതി പഠിപ്പിക്കുന്നത് കാണുന്നു. ഞങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയേണ്ടത്? നിങ്ങളെ പഴയ അൽമനാറൊന്നെടുത്ത് വായിക്കൂ എന്ന് മാത്രം പറയുന്നു. ഇനി സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ ഇപ്പൊ ഒരു പരിപാടി നടന്നല്ലോ, അതിനെപ്പറ്റിയും പറയണ്ടേ കുറച്ച് നമുക്ക്. ഇവിടെ പരിപാടി നടന്നപ്പോ അതിൽ ഏറ്റവും വലിയ നേതാവായിട്ട് പങ്കെടുത്തതാരാ? AP അബ്ദുൽ ഖാദർ മൗലവി. എന്നാൽ ഈ മൗലവി അക്ബറിന്റെ ഖബറ് കാണാൻ പോയി പോലും, എന്നിട്ട് അവിടുന്ന് ഓടിയെന്നും പറയുന്നുണ്ട്. അയാൾ ഓടിയത് എന്തിനാന്ന് ചോദിച്ചാല് അയാളോട് പൈസ ഇടാൻ പറഞ്ഞല്ലോ അവിടെ ഒരു പെട്ടിയിൽ. അപ്പൊ അതെന്തോ ഈ ബഖീലായ മൗലവി ഇടാൻ പോകുന്നു. അപ്പോ പിന്നെ അയാൾ തടിയെടുത്ത് ഓടിയെന്നാണ് അയാൾ പറയുന്നത്. ഇരിക്കട്ടെ. ഡൽഹിയിലൊരു പള്ളി കയറി നിസ്കരിച്ചവൻ പറയുന്നത്, പള്ളി കയറി നിസ്കരിച്ചവൻ മുന്നിൽ തന്നെ ചെരുപ്പ് കൊണ്ടുപോയി വെച്ചുപോൽ. ഇരിക്കട്ടെ. എന്നിട്ട് പിന്നെ ഒരു സ്ഥലത്തേക്ക് അയാൾ നടന്നു ചെല്ലുമ്പോ ചെരുപ്പ് അവിടെ വെച്ചേന്ന് പറഞ്ഞു പോലും ഒരാള്. അപ്പൊ അവിടെ എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ആസാറുണ്ട് പോലും. അതുകൊണ്ട് അങ്ങോട്ട് ചെരുപ്പ് കൊണ്ടുകൊണ്ടാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു പോലും, പടച്ചോനെ കാണും വലിയാൾ ഇവിടെ ആരാണ്? അതെന്തേ? ഞാൻ നിസ്കരിക്കുമ്പോ എന്റെ മുമ്പിൽ പടച്ചോനില്ലേ, എന്നിട്ട് ചെരുപ്പ് ഞാൻ അവിടെ വെച്ചിട്ടില്ലേ? പിന്നെ പടച്ചോനെ കാണും വലിയ വേറെ ആരാളുള്ളത്? ഇവിടെ ചെരുപ്പ് കിട്ടൂല എന്ന് എന്താ പറയുന്നത്? അയാൾ ഉറുദു ചോദിച്ചു പോലും. അത് നിങ്ങളൊന്നൊന്ന് കേട്ടോളി. അപ്പൊ അബ്ദുൽ ഖാദർ മൗലവിന്റെ വിശ്വാസം എന്താണ്? പടച്ചോന് പള്ളിന്റെ ചുമരമ്മല് അള്ളണ്ട് എന്നുള്ളതിലാണ് മൗലവി ഉള്ളത്. അബ്ദുൽ ഖാദർ ഷാവെന്ന് കേട്ടോളി. ആരൊക്കെ കഴിഞ്ഞ് പള്ളി കാണാൻ വേണ്ടി ഈ ചെരുപ്പ് പോയിട്ട് ഇങ്ങനെ പോയപ്പോ പള്ളിയുടെ കിഴക്ക് വടക്കേ മൂലക്ക് കുറച്ച് ആൾക്കാരിങ്ങനെ കിട്ടും. അവിടെ ചെറിയ റൂമുണ്ട്. ആ റൂമിന്റെ വാതിൽക്കൽ. അപ്പോ ഞാൻ അങ്ങനെ ഈ ചെരുപ്പേറ്റ് ഇങ്ങനെ ചെന്നപ്പോ അവിടുന്ന് ഒരുത്തം വിളിച്ചു പറഞ്ഞു, ഓ ചപ്പല്ലേക്കർ ഇതർ മത്താവോ ബൈ, ആ ചെരുപ്പേറ്റ് ഇങ്ങോട്ട് വരരുത് ചങ്ങായിതർ. അപ്പൊ ഞാൻ ചോദിച്ചു, ഖുദാസപ്പെടാ കോൻ ഹേ ഇതർ? പടച്ചോനെ കാണാൻ വലിയവരാരാ അവിടെ? അപ്പോ ഖുദാസപ്പെടാ കോയി നെയ്യേ ബൈ എന്ന് എന്താ പറയാ? ഞാൻ ഈ ചെരുപ്പേറ്റ് പടച്ചോന്റെ മുമ്പിൽ വെച്ചിട്ട് നിസ്കാരത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പടച്ചോനെ നിസ്കരിച്ചിട്ട് ഒരു മനുഷ്യനും ഇതെന്തിനാ അവിടെ വെച്ചത്? എന്താ കയ്യിൽ ചോദിച്ചല്ല. എന്താ മനസ്സിലായില്ലേ? പടച്ചോന്റെ മുമ്പിൽ വെച്ചിട്ട് നിസ്കാരത്തെ മുമ്പിൽ വെച്ചാൽ പടച്ചോന്റെ മുമ്പിൽ വെക്കലാണ്. എന്നിട്ട് ഒരാളൊന്നും പറഞ്ഞില്ല. അപ്പൊ അബ്ദുൽ ഖാദർ മൗലവിന്റെ പടച്ചോൻ എവിടെയുള്ളത്? അത് നിസ്കരിക്കുന്നതിന്റെ മുമ്പിൽ. അൽമനാറിന്റെ പടച്ചോൻ എവിടെയുള്ളത്? ആകാശത്തിന്റെ ഒക്കെ മേലെ അങ്ങ്. അപ്പൊ ഓരോരുത്തരുടെ പടച്ചോൻ ഓരോ സ്ഥലത്താണ് എന്നാ തോന്നുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പൊ മൗലവി പറഞ്ഞുകൊണ്ട് മനസ്സിലാകുന്നത്. ഇരിക്കട്ടെ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്, സഹോദരന്മാരെ, ഇങ്ങനൊക്കെ പറഞ്ഞാൽ ആഖിറത്തിൽ അനുയായികൾ എന്താ ആകുക എന്നൊരു ബേജാറില്ലേ നിങ്ങൾക്ക്? ഈ മുജാഹിദീങ്ങൾ പടച്ചോനെ ആഖിറത്തിൽ എന്താകുക എന്നൊരു ബേജാറില്ലേ? അതിന് മൗലവിമാര് പറയുന്നത്, അത് നിങ്ങളൊരു പേടിക്കണ്ട, നമ്മൾ ഏറ്റെടുത്തോളൂ. പടച്ചോന്റെ അടുക്കൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. എന്ത്? ഇതൊക്കെ ഈ ഞങ്ങളെ കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടാണ് എന്ന് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. അവിടുന്ന് ഞങ്ങൾ ഏറ്റെടുത്തോളൂ. ആരാ പറയുന്നത്? മുജാഹിദിന്റെ പ്രസിഡന്റ് TP അബ്ദുൽ ഖോയ മദനി. അതാണ് ഇനി നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത്. എന്താണ്? മുജാഹിദ് സുല്ലമി ഇറക്കിയ പുസ്തകമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പ് കാരണങ്ങളും വസ്തുതകളും. ഇതിൽ TP അബ്ദുൽ ഖോയ മദനിയുടെ പ്രസംഗം ഉദ്ധരിക്കുന്നു. കേട്ടോളൂ.
TP അബ്ദുള്ളക്കോയ മദനിയുടെ 23/6/2002 കോഴിക്കോട് സംഘടിപ്പിച്ച കേരള ജംഇയ്യത്തുൽ ഉലമാ യോഗത്തിലെ പ്രസംഗം അതിപ്രകാരം കേൾക്കാം. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. നേതൃത്വമെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ ആ തെറ്റ് നേതൃത്വത്തിന് വിടുക. പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പോൾ റബ്ബേ, ഈ നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജംഇയ്യത്തുൽ ഉലമാ തയ്യാറായിരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കട്ടെ. തെറ്റായാലും ശരിയായാലും നിങ്ങൾ ഈ ഉലമാ സംഘടനയിലേക്ക് അതിന്റെ കുറ്റം ഇട്ടേക്കുക. നിങ്ങൾ സംഘടനയെ അനുസരിക്കുക. നിങ്ങൾ തെറ്റും ശരിയൊന്നും നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? പണ്ഡിത സംഘടനയിലേക്ക് കുറ്റം ഇട്ടേക്കുക. അള്ളാഹുവോട് പറയാ, ഇവര് പറഞ്ഞിട്ടാണ് പഠിച്ചവനെ എന്ന് പറഞ്ഞേക്കാം, നമ്മൾ ഏറ്റെടുത്തോളൂ. ഓ മുസ്ലിമീങ്ങളെ, ജൂത ക്രൈസ്തവ പാതിരിമാരും പുരോഹിതന്മാരും വരെ ഇത്ര പച്ചയായി തെറ്റോ ശരിയോ എന്ന് നോക്കേണ്ടതില്ല. അത് നിങ്ങൾ പഠിച്ചവരോട് ഞങ്ങൾ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മതി എന്ന് എഴുതിയത് കാണാൻ പ്രയാസമല്ലേ? നിങ്ങൾ ചിന്തിക്കുക, ഇത് നേതാവ് പ്രസംഗിച്ചത് അനുയായികൾ അവരുടെ പുസ്തകത്തിൽ എടുത്ത് ഉദ്ധരിച്ചതല്ലേ? എന്നാൽ നിങ്ങൾ ഓർക്കുക, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ആശയം അത് ശിർക്കിന്റെ ആശയം അല്ലേ? കുഫറിന്റെ ആശയം അല്ലേ? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് കണ്ടില്ലേ? വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ് ذلك قولهم بأفواههم يضاهئون قول الذين كفروا من قبل قاتلهم الله أنى يؤفكون. ജൂത ക്രിസ്ത്യാനികൾ പടച്ചവന് സന്താനമുണ്ടെന്ന് വാദിച്ചു. ഇവിടെ അടുത്ത് മുജാഹിദായതാണെന്ന് പറഞ്ഞൊരു മൗലവി പറഞ്ഞത്, ക്രിസ്ത്യാനികളും പറഞ്ഞത് ഈസാ നബിയെ വിളിക്കാമെന്നല്ലേ എന്നാണ്. ഓ സാധു മിസ്കീനെ, നിനക്കത് മനസ്സിലായിട്ടില്ല. നിനക്കൊന്ന് ഞങ്ങളൊരിക്കൽ ഓതാൻ വന്നുകൂടായിരുന്നോ? ഈസാ നബിനെ വിളിക്കുന്ന ഒരൊറ്റ ക്രിസ്ത്യാനി ലോകത്തുണ്ടോ? ഈസാ ദൈവത്തെയാണ് അവർ വിളിക്കുന്നത്, ഈസാ ദൈവപുത്രനെയാണ് അവർ വിളിക്കുന്നത്. ഈസാ നബിയെ ഒരൊറ്റ ക്രിസ്ത്യാനിയും ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ഈസാ നബിയാണെന്നല്ലല്ലോ ക്രിസ്ത്യാനിയുടെ വിശ്വാസം. ഈസാ ദൈവമാണെന്നല്ലേ, ഈസാ ദൈവപുത്രനാണെന്നല്ലേ. അപ്പൊ അവർ വിളിക്കുന്ന ഈസാ നബിയെയാണോ, നബി എന്ന അഡ്രസ്സിലാണോ ക്രിസ്ത്യാനികൾ വിളിക്കുന്നത്? അല്ല, ദൈവമോ ദൈവപുത്രനോ എന്ന അഡ്രസ്സിലല്ലേ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ അവരെ വിളിച്ചിർക്കായത്. മുസ്ലിമീങ്ങളുണ്ടോ അങ്ങനെ മഹാന്മാരെ വിളിക്കുന്നു? ഇരിക്കട്ടെ, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ള പറയാണ്, ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്. അവരുടെ പുരോഹിതന്മാരെ, അവരുടെ പണ്ഡിതന്മാരെ അവര് റബ്ബുകളാക്കി വെച്ചു. വൽ മസീഹ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാം മറിയമിന്റെ പുത്രനാണ്. ആ ഈസാ നബിയെയും അവരതാ റബ്ബാക്കി വെച്ചു. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദൂ ഇലാഹൻ വാഹിദ, ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കൽപ്പിച്ചിട്ട് അവര് ചെയ്ത പണി എന്താണ്? ശിർക്കാണ്. സുബ്ഹാനഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു. അമ്മാ യുശ്രികൂൻ, ഈ പുരോഹിതന്മാരെ റബ്ബുകളാക്കി വെച്ചത് ശിർക്കാണല്ലോ. അവർ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിൽ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അപ്പൊ സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ പുരോഹിതന്മാർക്ക് തെറ്റും ശരിയും ഏറ്റെടുക്കാനും പൊറുക്കാനും, അതുപോലെ തെറ്റും ശരിയും തെറ്റായാലും ശരിയായാലും പടച്ചവന്റെ അടുക്കൽ ഏറ്റെടുക്കാനും അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ശിർക്കിന്റെ വിശ്വാസമല്ലേ മുജാഹിദിന്റെ നേതാവ് TP അബ്ദുള്ളക്കോയ മദനി പരസ്യമായി മൗലവിമാരോട് പ്രഖ്യാപിച്ചത് യോഗത്തിൽ വെച്ച്? അതല്ലേ ഈ മുജാഹിദുകൾ രണ്ടായി പിളർന്നതിന്റെ ഒരു കാരണം? ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ, പിന്തുടരപ്പെട്ട ആളുകൾ മഹ്ശറയിൽ വെച്ച് പറയും, അദാബ് കാണുമ്പോ പറയും,
നിങ്ങൾ ഞങ്ങളെ പിന്തുടർന്നത് എന്തിനായിരുന്നു എന്ന് നേതാക്കൾ ചോദിക്കുന്ന ഒരു രംഗം ഖിയാമത്ത് നാളിലുണ്ടെന്ന് ഖുർആൻ പറയുന്നു. ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ്. അല്ലാഹുവിന്റെ ശിക്ഷ കാണുമ്പോൾ പിന്തുടരപ്പെട്ട നേതാക്കന്മാര് ഒഴിഞ്ഞു മാറുകയാണ്, പിന്തുടർന്നവരിൽ നിന്നൊഴിഞ്ഞു മാറുകയാണ്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. തമ്മിലുള്ള നേതാക്കളുടെയും അനുയായികളുടെയും ബന്ധം അവിടെ മുറിഞ്ഞുപോയി. അതുകൊണ്ട് ഓ മുജാഹിദിൽ പെട്ടുപോയ സഹോദരാ സഹോദരി, ഈ മൗലവിമാര് നിങ്ങളെ വഞ്ചിക്കുകയാണ്. അവര് നിങ്ങൾക്ക് ആഖിറത്തിൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഖുർആനിനെതിരാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളെ നേതാവ് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേട്ടോളൂ, അദ്ദേഹത്തിന്റെ വാചകം കേട്ടോളൂ. ഞാനീ പറയുന്നതല്ലേ സത്യം. എല്ലാരും വിലപിക്കല്ലേ, പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഏറ്റിരിക്കാൻ പറ്റുമോ? وقال الذين كفروا اتبعوا سبيلنا وقال الذين كفروا للذين آمنوا اتبعوا سبيلنا ولنحمل خطاياكم وما هم بحاملين من خطاياهم من شيء وإنهم لكاذبون. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിൽ പറഞ്ഞതാണിത്. കണ്ടോ എന്താ പറഞ്ഞത്? സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിൻപറ്റിക്കോളി, നിങ്ങളെ കുറ്റങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. സഹാബികളോട് അബൂജഹലും കൂട്ടരും പറയാണ്, നിങ്ങൾ ഞങ്ങളെ മാർഗം പിൻപറ്റിക്കോളി, നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അവർക്ക് പരലോകത്തുനിന്ന് ഞങ്ങൾ ഏറ്റെടുത്തോളാം. ടി.പി. അബ്ദുൽ കോയ മദനി പറഞ്ഞതുപോലെ ടി.പി. അബ്ദുൽ കോയ മദനിയും പറഞ്ഞത് അത് തന്നെയല്ലേ? തെറ്റോ ശരിയോ നോക്കണ്ട, കേരള ജമീഅത്തുൽ ഉലമ അനുസരിച്ചോളൂ, അവിടുന്ന് ഞങ്ങൾ ഏറ്റെടുത്തോളാം. അങ്ങനെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞവന്റെ ഗതികേടാണ് മൗലവി തന്നെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആയത്തിന്റെ അർത്ഥം മാറ്റി എന്ന് പറയണ്ടല്ലോ. ഇങ്ങനെയല്ലേ സംഭവം മഹ്ശറിൽ നടക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചൊരു മൗലവിയും നിങ്ങളെ രക്ഷപ്പെടുത്തൂല കേട്ടോ. തെറ്റ് ചെയ്തു പോയവൻ രണ്ട് കയ്യും കടിക്കുന്ന ഒരു ദിവസമാണത്. യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ. ഞാൻ അല്ലാഹുവേ യാ ലൈതനി, എന്റെ നാശമേ, എനിക്ക് സംഭവിച്ചുപോയി. ഇത്തഖൽതു മഅർ റസൂലി സബീലാ, ഞാൻ എന്റെ റസൂലിന്റെ കൂടെ വഴി തേടിയെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ അറബിയിൽ തന്നെ ഖുത്ബ എന്ന പള്ളിയിൽ പോയെങ്കിൽ എത്ര നന്നായിരുന്നു. 20 റക്അത്ത് തന്നെ തറാവീഹ് നിസ്കരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ എന്റെ ഭാര്യയെ ജുമയ്ക്ക് പറഞ്ഞേച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹ ജുമയ്ക്ക് പറഞ്ഞേക്കാറില്ലല്ലോ, മലയാളത്തിൽ ഖുത്ബ നടത്തിയിട്ടില്ലല്ലോ. 20ൽ കുറഞ്ഞൊരു തറാവീഹ് നബിയും സഹാബത്തും പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇന്നും മക്കയിലും മദീനയിലും അങ്ങനെ നടക്കുന്നുമില്ലല്ലോ. സഹോദരന്മാരെ, അങ്ങനെ റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത്താ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഞാൻ ഫുലാനിനെ സുഹൃത്തായി അംഗീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. കുടുങ്ങിയല്ലോ റബ്ബേ. മഹസറയിൽ കൈകടിക്കുന്ന സമയമുണ്ട് കേട്ടോ. മുജാഹിദിന്റെ അൽമനാറിൽ തന്നെയല്ലേ പറഞ്ഞത്, 952 അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്നും സ്ഥലമുണ്ടെന്നും ജഡമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ കാഫിറാണെന്ന്. ഇപ്പോൾ അള്ളാഹ് ഒരു സ്ഥലത്തിരിക്കുന്നു എന്നല്ലേ പറയുന്നത്, മേലെയാണ് താഴേക്ക് ഇറങ്ങുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെ വിശ്വസിച്ച് ജീവിച്ചാൽ പടച്ച റബ്ബേ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഇങ്ങനെ കൈകടിക്കുന്ന ഒരു സമയം വരുമെന്നല്ലേ ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഖുർആൻ വീണ്ടും പറയുന്നു, ലഖദ് അവല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ. അപ്പോൾ ശൈത്താന്റെയും ജിന്നിന്റെയും സഹായം കിട്ടുമെന്നാണോ ധാരണ? കിട്ടൂല കേട്ടോ. ഖുർആൻ പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് പിഴപ്പിച്ചല്ലോ എന്റെ സുഹൃത്ത്. പടച്ച റബ്ബേ, പിഴച്ചല്ലോ. കൈകടിക്കുന്ന സമയത്ത് അല്ലാഹു പറയുന്നു, വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ. കാഫിറാകുന്ന പ്രവർത്തനങ്ങൾ നടത്തി ഈമാൻ വിട്ടുപോയ കക്ഷികൾ, അവരെ ശൈത്താൻ സഹായിക്കൂല കേട്ടോ.
ബദരീങ്ങളെ സഹായം, അമ്പിയാക്കളെ സഹായം, ഔലിയാക്കളെ സഹായം അത് ഈമാൻ തെറ്റിപ്പോകാത്തവർക്കല്ലേ കിട്ടുകയുള്ളൂ. പടച്ചവനെ സംബന്ധിച്ച് വിശ്വാസം പഴച്ചുപോയി, അതേ കുഫർ വരുന്ന വിശ്വാസം, ശിർക്ക് വരുന്ന വിശ്വാസം വിശ്വസിച്ചാൽ പിന്നെ ശഫാഅത്തുണ്ടോ? ശൈത്താന്റെ ശഫാഅത്ത് ഏതായാലുമില്ല. ഔലിയാക്കൾ ആ ഭാഗം തിരിഞ്ഞു നോക്കുകയുമില്ല. പിന്നെ ആരാണ് സഹായിക്കാൻ? ടി പി അബ്ദുള്ള കോയമദനിയാണോ? കിട്ടൂല കേട്ടോ. മുസ്ലിമേ, ഈമാനോടെ മരിക്കണോ? ചിന്തിച്ചു. ഞാൻ ഓരോന്നും തെളിവ് സഹിതമാ പറയുന്നത്, നന്നായി ആലോചിച്ചോ. ഞാനൊരു മുജാഹിദാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞങ്ങാണെന്നാൽ മരിക്കുന്ന സമയത്ത് കുടുങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ. മഹശറയിൽ വെച്ച് കുടുങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ. ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കുന്നത് എന്താണ്? ഇങ്ങനെ അള്ളാഹ്ക്ക് ജഡമുണ്ടെന്നും വലത്തുണ്ട് ഇടത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് അള്ളാഹ് ഒരു സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ പറഞ്ഞ മൗലവിമാർ പറയുന്നത് എന്താ? സുന്നികൾ മുശ്രിക്കാണ് എന്നിട്ട് പറയുന്നത് ആരോപണം നമ്മളെ പേരിൽ. അതാണ് വലിയ സങ്കടം. ഉലൈക മുബറഊന മിമ്മാ യഖൂലൂൻ. നല്ല മനുഷ്യന്മാര് ചീത്തയിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ? ആരോപണം ഉന്നയിക്കുന്നവരുടെ ആരോപണങ്ങളിൽ നിന്ന് നല്ല മനുഷ്യന്മാര് മുക്തരാണ് കേട്ടോ. നമ്മൾ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാണ് പോൽ. ഇനി അതാ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്, കേട്ടോളൂ. എന്താ പ്രസംഗിക്കുന്നത് എന്നറിയോ? പ്രസംഗിക്കുന്നത് ഹജ്ജിന് പോയിട്ട് അപകടം ഉണ്ടായില്ലേ, എന്നാൽ അവിടെ ഈ അപകടമൊക്കെ ഉണ്ടാകുന്നത് അവിടെ പോകുന്നൊക്കെ അബൂജഹലുകളാണ്, അതൊക്കെ മുശ്രിക്കീങ്ങളാണ്. അവിടെ മുശ്രിക്കീങ്ങളല്ലാത്തവര് ഉണ്ടെങ്കിൽ ഒരു 5 ലക്ഷം ഉണ്ടാവും, ബാക്കി തീർത്തും ഔട്ടാണ്. അതുകൊണ്ടാണ് ഈ അപകടമൊക്കെ ഉണ്ടാകുന്നത്. ഹജ്ജിന് പോകുന്ന എല്ലാവരും മുശ്രിക്കീങ്ങളാണ് പോയി. ഒരു 5 ലക്ഷം ഡോലർ മുജാഹിദീങ്ങൾ, ബാക്കി മുഴുവനും മുശ്രിക്കീങ്ങൾ. കേട്ടോളി, നിങ്ങൾ നേരെന്നെ കേട്ടോളി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തമുണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തമുണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജുണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്തുണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. അപ്പോ നിങ്ങൾ ഈ കുണ്ടോട്ടിന്ന് കുറെ ആള് ഹജ്ജിന് പോയില്ലേ? എയർപോർട്ടിൽ നിന്ന് സർക്കാരിന്റെ ചെലവിൽ ഒക്കെ പോയത് എവിടേക്കാ? ആദ്യം തന്നെ മദീനത്തേക്ക് പോയിട്ടാണ് ഹജ്ജിന് പോകുന്നത്. അവിടെ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കാത്ത മുസ്ലിം ഉണ്ടാവൂ? എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കണം, പറയണം. ഇനി ഞാൻ ശേഷം നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട്. കുണ്ടോട്ടിയിൽ വന്ന് പ്രസംഗിച്ച പലരും പറഞ്ഞത് ഇമാം നബവി റഹിമഹുല്ലാ എന്നാണ്, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ എന്നാണ്, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ എന്നാണ്, മുഹീദ്ദീൻ ശൈഖ് മുജദ്ദിദാണെന്നാണ് ഇവിടെ പ്രസംഗിച്ച മൗലവിമാരൊക്കെ പറഞ്ഞത്. അപ്പൊ അവരൊക്കെ റളിയല്ലാഹു അൻഹും റഹിമഹുല്ലയും പറയുന്ന ഇമാമിങ്ങൾ, അവര് മുജദ്ദിദാണെന്ന് പറയുന്ന ഇമാമിങ്ങൾ, അവരെ കിതാബിൽ എഴുതി വെച്ചതാ ഞാൻ വായിക്കുന്നത്. കേട്ടോളൂ, ശരിക്ക് ശ്രദ്ധിച്ചോളൂ. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്,
അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ നേരെ പോയി നിൽക്കണം. വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി, അവനവന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി പ്രാർത്ഥിക്കണം. വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിലേക്ക് ശുപാർശ തേടണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിലേക്ക് ശുപാർശ തേടണം. വമിൻ അഹ്സനി മാ യഖൂലു മാ ഹക്കാഹുൽ മാവർദി, അങ്ങനെ ശുപാർശ തേടിക്കൊണ്ട് പറയുന്ന വാചകങ്ങളിൽ ഏറ്റവും നല്ലതിലൊന്നാണ് മാവർദി ഇമാം ഉദ്ധരിച്ചത്. വൽ ഖാദി അബൂ തയ്യിബ്, ഇമാം അബൂ തയ്യിബ് ഖാദി അബൂ തയ്യിബ് ഉദ്ധരിച്ചത്. വസായിറു അസ്ഹാബിനാ, അങ്ങനെ ഒരു രണ്ട് പണ്ഡിതന്മാര് മാത്രമല്ല, ശാഫിഈ മദ്ഹബിലെ എല്ലാ ഇമാമിങ്ങളും ഉദ്ധരിച്ചെന്ന്. എന്താണത് കാര്യം? എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ചു, ശാഫിഈ മദ്ഹബുകാർ മാത്രമല്ല. ഇമാം നവവി ശാഫിഈ മദ്ഹബ് പറയുന്നത് കൊണ്ട് നമ്മുടെ മദ്ഹബിനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. പറയാണ് ഇമാമിൽ നിന്ന് മുസ്തഹ്സിനീന, അതൊരു പുണ്യകാര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇമാമിങ്ങൾ പറയുന്നത്. എന്താണ് സംഗതി? കുന്തു ജാലിസൻ ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അത്ബി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ ഇരിക്കുകയായിരുന്നു. ഫജാഅ അഅറാബിയുൻ, അവിടെ ഒരു ഗ്രാമീണനായ മനുഷ്യൻ വന്നു. ഫഖാല, അദ്ദേഹം ചൊല്ലി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ചൊല്ലി അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു, സലാം പറഞ്ഞു. മരിച്ചാലെ വിളിക്കരുത് എന്നാണല്ലോ ഇവരെ വാദം. ഇരിക്കട്ടെ, സമീഅത്തുല്ലാഹ യഖൂലു, നബിയോട് പറയാണ് ആ മഹാൻ, അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അല്ലാഹു പറഞ്ഞത് ഖുർആനിൽ? വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ആ തെറ്റ് ചെയ്തു പോയ ആളുകൾ അവരെ ശരീരത്തോട് വല്ല തെറ്റും ചെയ്തു പോയാൽ ജാഊക, തങ്ങളെടുക്കൽ അവർ വരണം. ഫസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ ചോദിക്കണം. വസ്തഗ്ഫറ ലഹുർ റസൂൽ, ഇബ്നു കസീറിനെ പോലുള്ള പണ്ഡിതന്മാര് പറഞ്ഞ തഫ്സീർ അനുസരിച്ച് അർത്ഥം പറയുമ്പോൾ അവിടെ ഉള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ അവരുടെ പ്രശ്നം അവതരിപ്പിക്കണം. വസഅലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്, നബിയോട് അവരാവശ്യപ്പെടണം. അൻ യസ്തഗ്ഫിറ ലഹും, അവർക്ക് വേണ്ടി പടച്ചവനോട് പാപം പൊറുക്കാനുള്ള റെക്കമെൻഡിന് വേണ്ടി നബിയോട് അവരാവശ്യപ്പെടണം. എന്നിട്ടോ അസ്തഗ്ഫറ ലഹുർ റസൂൽ, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹ് അവരുടെ ദോഷം പൊറുക്കുന്നവനായി എത്തിക്കാൻ കഴിയും. ഇത് ഓതിയിട്ട് ആ അറാബി പറയാണ്, വഖദ് ജീതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി, നബിയെ ഞാൻ അങ്ങയെ സമീപിക്കുന്നത് എന്റെ പാപത്തിൽ നിന്ന് പൊറുക്കലിനെ ചോദിക്കുന്നവനായ നിലക്കാണ്. പടച്ചവനോട് ഞാനിങ്ങനെ എന്റെ പാപം പൊറുക്കാൻ ആവശ്യപ്പെടുകയാണ്. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, തങ്ങളോട് ഞാനിതാ ശുപാർശ തേടുന്നു നബിയേ, തങ്ങളോട് ശുപാർശ തേടുന്ന നിലയ്ക്ക് ഞാനിതാ വന്നിരിക്കുന്നു. ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് അങ്ങയെ കൊണ്ട് ശുപാർശ തേടി ഞാനിതാ വന്നിരിക്കുന്നു. സുമ്മ അൻസയഖൂൽ, പിന്നെ ആ മഹാനങ്ങ് പാടി, യാ ഖൈറമൻ ദൂഫീനത് ബിൽഖാഇ യഅ്ലൂമുഹു ഫതാബ മിൻ തീബിൻ നൽഖാഉ വൽ അകമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീൽ ആഫാഫു വഫീൽ ജൂദു വൽ കറമു. ഈ ഖാ എന്ന പ്രദേശത്ത് മറവ് ചെയ്യപ്പെട്ട മഹാന്മാരിൽ ഏറ്റവും ഖൈറായ നബിയേ, അങ്ങയുടെ ശരീരം മറവ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ പ്രദേശം മുഴുവനും പുണ്യഭൂമിയായി പോയി നബിയേ. എന്റെ ശരീരം അങ്ങയുടെ ഖബറിന് ഞാൻ സമർപ്പിക്കുന്നു നബിയേ. ആ ഖബറിൽ നിന്ന് ധാരാളം സംഭാവനകൾ ലഭിക്കുന്നുണ്ടല്ലോ നബിയേ എന്ന് അദ്ദേഹം ചൊല്ലി. സുമ്മൻ സർഫ, പിന്നീട് അയാൾ പിരിഞ്ഞുപോയി. ഫഹമലത്തിനി ഐനായ ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നൗം, എന്നോടൊന്ന് ഉറങ്ങിപ്പോയി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു. എന്നോട് പറഞ്ഞു, യാഉതു ബിൽ അഖൽ അറാബി, നിങ്ങൾ ആ അറാബിയുടെ അടുക്കലേക്ക് ചെല്ലുക. ഫബശ്ശിർഹു ബി അന്നല്ലാഹ തആല ഖദ് ഗഫറ ലഹു, അല്ലാഹ് അയാൾക്ക് പുറത്തു കൊടുത്തു എന്ന സന്തോഷം പറയൂ ഇമാം തുബി എന്ന് നബി തങ്ങൾ പറഞ്ഞു.
ഈ സംഭവം ഇമാം നബവി റളിയല്ലാഹു അൻഹു എത്ര വലിയ ഹദീസ് പണ്ഡിതനാണ്, ഇസ്ലാമിന്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളും അറിയുന്ന ഇമാം നബവി ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഞാൻ മാത്രം പറയുന്നു എന്നല്ല, എല്ലാ ഇമാമിങ്ങളും പറയുന്നു ഇതുപോലെ നബിയെ വിളിക്കലും പറയലും ആവശ്യമാണ്. അതുകൊണ്ട് മദീനത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിന്റെ ചുമലിന്റെ മേലെ 2 പില്ലറിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ടതാ എഴുതി വെച്ചിരിക്കുന്നു. ഈ 2 പദ്യങ്ങളും നബിയോട് സഹായം തേടുന്ന പദ്യം ഇന്നുമുണ്ട്, സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. സഹോദരന്മാരെ, അങ്ങനെ മദീനത്ത് പോയി നബിയെ വിളിക്കുകയും പറയുകയും ചെയ്യുന്നതിൽ ഈ മൗലവിമാര് പറയുന്ന ഭാഷയാണ് പ്രാർത്ഥന. നമ്മളങ്ങനെ പറയാറില്ല. നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നതിന് സാധാരണ നിനക്ക് പ്രാർത്ഥന എന്ന് പറയും. സൃഷ്ടികളോട് ചോദിക്കുന്നതിന് യാചിക്കുക, അപേക്ഷിക്കുക, സഹായം തേടുക എന്നാണ് നമ്മൾ പറയാറുള്ളത്. പോലീസുകാരോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല, മന്ത്രിയോട് പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല, പണക്കാരനോട് 1000 ഉറുപ്പിക കടം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. തേടി എന്ന് പറയും, അപേക്ഷിച്ചു എന്ന് പറയും. ഇതുപോലെ മഹാന്മാരോട് ചോദിക്കുന്നതിന് നമ്മൾ അപേക്ഷിച്ചു എന്നാ പറയാറ്. പക്ഷേ മൗലവിമാർക്ക് ഭയങ്കര നിർബന്ധമാണ് പ്രാർത്ഥിച്ചു എന്ന് തന്നെ പറയണം. നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും ഛർദ്ദിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞ വാചകം എന്താണെന്നതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. മറിച്ച് നബിയോട് അപേക്ഷ സമർപ്പിക്കുന്നു. ഈ നബിയോട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, നിങ്ങൾക്ക് നിർബന്ധമാണോ പ്രാർത്ഥിച്ചു എന്ന് പറയാൻ? എങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ എന്ന നിലയ്ക്ക് ഏതെങ്കിലും പണ്ഡിതന്മാർ നിങ്ങളെ ഭാഷ കടമെടുത്ത് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് പിന്നീട് സംവാദമാക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ അപേക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷ സമർപ്പിക്കൽ സുന്നത്താണെന്ന്, പുണ്യകർമ്മമാണെന്ന് ഇമാമിങ്ങൾ മുഴുവനും എഴുതി വെച്ചു. അത് തന്നെയല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവരുടെ കിതാബുൽ ഉന്നത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ബഹുമാനപ്പെട്ടവർ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിന്റെ അടുക്കൽ ചെന്ന് ഇതുപോലെ വിളിച്ച് സഹായം തേടാൻ. മുജാഹിദേ, നിങ്ങൾക്ക് ഇവിടെ കുണ്ടോട്ടിയിൽ പ്രസംഗിച്ചു എന്ന മൗലവിയുടെ വാക്ക് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ തന്നെ വിഷയം അവിടെ പറഞ്ഞു തീർക്കട്ടെ. എന്താ പറഞ്ഞത്? മുഹീദ്ദീൻ ശൈഖ് മുജദ്ദിദാണെന്നാണ്. എന്നാൽ ആ ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ ഉന്നത്തിൽ എഴുതുന്നത് ഞാനൊന്ന് വായിക്കട്ടെ. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി ഖബറിന്റെ അടുക്കൽ ഈ ആയത്ത് ഓതിയിട്ട് നബിയോട് പറയണമെന്നാണ്. എന്ത് പറയണമെന്നാ മുഹീദ്ദീൻ ശൈഖ് രേഖപ്പെടുത്തിയത്? വഇന്നീ അതൈതു നബിയക തായിബൻ മിൻ ദുനൂബി, അല്ലാഹുവേ, ഞാനിതാ എന്റെ ദോഷത്തിൽ നിന്ന് തൗബ ചെയ്തിട്ട് നിന്റെ നബിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. മുസ്തഗ്ഫിറൻ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നവനായ നിനക്ക് വന്നിരിക്കുന്നു. ഫഅസ്അലുക അൻ തൂജിബ ലീൽ മഗ്ഫിറ, അതുകൊണ്ട് എനിക്ക് എന്റെ പാപം നബി അല്ലാഹുവേ നീ പുറത്തു തരണേ. കമാ ഔജബ്തഹാ ലിമൻ അതാഹു ഫീ ഹാലി ഹയാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്ത് നബിയുടെ സമീപത്ത് ചെന്നവർക്ക് നീ ദോഷം പൊറുക്കുന്നത് പോലെ വഫാത്തിന് ശേഷം വന്ന എനിക്കും പുറത്തു തരണേ എന്ന് അല്ലാഹുവോട് നബിന്റെ അടുക്കൽ വെച്ച് പറയണം. ഫഅഖറ ഇൻദഹു ബിദുനൂബിഹി ഫദഅ ലഹു നബിയുഹു ഫഗഫറത ലഹു, എന്നിട്ട് പാപം നബികൾ ഏറ്റു പറഞ്ഞതിന് ശേഷം ആ നബി പൊറുക്കലിനെ ചോദിച്ചാൽ നീ പുറത്തു കൊടുക്കാനുണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ, ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയിക അലൈഹി സലാമുക നബിയ്യുർ റഹ്മ, നിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകർ, ആ പ്രവാചകർക്ക് നിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ആ പ്രവാചകനെ ഇടയാളനാക്കി നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. യാ റസൂലല്ലാഹ്. മുജാഹിദ് മൗലവിമാരെ, മുജാഹിദീങ്ങൾ പലരും അതാ മൗലവിമാര് മുസ്ലിയാന്മാര് ഞങ്ങളിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മുജാഹിദിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിന്റെ സാധാരണക്കാരെ മഹ്സറയിൽ വെച്ച് കൈകടിക്കണ്ട. ശരിക്കും ആലോചിച്ചു വെച്ചോ. നിങ്ങളെ സ്റ്റേജിൽ വെച്ച് നിങ്ങൾ അധ്യക്ഷനായിട്ട് ഞങ്ങൾ കേട്ടതാണ്. മുഹീദ്ദീൻ ശൈഖ് മുജദ്ദിദാണ്, മഹാനാണ്, റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവിടെ പ്രസംഗിച്ച ഓരോ മൗലവിയും പറഞ്ഞതാണ്. ആ മുഹീദ്ദീൻ ശൈഖിന്റെ കിതാബ് നോക്കിയാ ഞാൻ വായിക്കുന്നത് എന്താ പറയുന്നത്? യാ റസൂലല്ലാഹ്, ഖബറിങ്ക ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് അങ്ങയുടെ ആളനാക്കി ഞാനിതാ മുന്നിടുന്നു. നീ ഗഫിർ ലീ, അല്ലാഹുവിന്റെ പാപം പൊറുക്കാനാണ് നബിയേ. ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചതാര്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഉന്നത്തിൽ പറയുകയാണ്. മഹാനവറുകൾ പിന്നെയും പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ മിമ്പർ ബറക്കത്തിന് വേണ്ടി തൊട്ടാൽ അതും നല്ലത് തന്നെ. സ്വലാത്ത് ബി മസ്ജിദ് ഖുബാ,
മസ്ജിദ് ഖുബായിൽ പോയി നിസ്കരിച്ചാലൊന്നും നല്ലത് തന്നെ. വഅയ്യതി ഖുബൂറ ശുഹദാ, എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലെ മഹാന്മാരെ ഖബറിലേക്ക് കെട്ടിപ്പോകാൻ പാടില്ല എന്നല്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ശുഹദാക്കളെ ഖബറിന്റെ അടുക്കൽ പോകേണ്ടതാണ്. വസിയാറത്തുഹും, അതുപോലെ അവരെ സന്ദർശിക്കേണ്ടതുമാണ്. അങ്ങനെ ഒരാൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അയാൾ ചെയ്യട്ടെ, നല്ല കാര്യമാണ്. മഹാന്മാരെ മഖ്ബറയിൽ വെച്ച് അവർ ദുആ വർദ്ധിപ്പിക്കട്ടെ എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഉന്യത്തിൽ പറയുന്നില്ലേ? പറയാത്തത് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരി നിങ്ങൾ പറഞ്ഞില്ലേ? ആ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ദീവാൻ, ഇബ്നു ഹജർ അസ്ഖലാനി സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനല്ലേ? ഞാൻ ഈ കിതാബ് നിങ്ങളെ മുന്നിൽ വാദപ്രതിവാദത്തിലെടുത്ത് ഉദ്ധരിച്ചില്ലേ? എന്നിട്ട് ഏതാണ് ആ കിതാബ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കുറവാവെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചോദിക്കാതിരുന്നതല്ലേ? ഞാൻ മധ്യസ്ഥന്റെ കൈ കൊടുക്കാന്ന് പറഞ്ഞ് നിങ്ങൾ പരിശോധിച്ചില്ലല്ലോ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് മഹാനവറുകൾ എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയ, അതെ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥന നടത്തിയ, ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച എത്ര പദ്യങ്ങളാണ് ബഹുമാനപ്പെട്ടവരെ കിതാബിൽ ഉള്ളത്. അതിൽ ചിലത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്, നേരത്തെ ഞാൻ ചൊല്ലി കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ ബസൻ സമാ കുല്ലൽ വുജൂദി വുജൂദാ. അവിടെ കാണാൻ പോകുന്നത് വേറെയാണ്, ഇത് ഞാൻ വേറെ ചിലത് ചൊല്ലുകയാണ്. ഹദീ മറാഅതു മുദ്നിബിൻ മുതമസ്സികി ബിവലായികും മിൻ യൗമ കാന വലീദാ. പാപം ചെയ്തു പോയവന്റെ താഴ്മയോടെയുള്ള അഭ്യർത്ഥനയാണ് നബിയേ, മുർസലീങ്ങളെ നേതാവായ നബിയേ. കുട്ടിക്കാലം മുതലേ തങ്ങളുമായി എന്റെ ബന്ധമുണ്ട് നബിയേ. യർജൂ ബികൽ മഹയ സഈദ വബഅസഹു ബദൽ മമാതീലൻ നഈമി ശഹീദാ. എനിക്ക് വിജയകരമായ ജീവിതം വേണേ നബിയേ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് എന്റെ പ്രസംഗം തുടങ്ങുമെന്ന് ചൊല്ലി കേൾപ്പിച്ചില്ലേ? ഇബ്നു ഹജർ തങ്ങൾ ചൊല്ലിയ പദ്യം, നബിയല്ലാഹി യാ ഖൈറൽ ബറായാ ബിജാഹിക അത്തഖീ ഫസിലൽ ഖദാഇ. അല്ലാഹുവിന്റെ നബിയായവരെ, ലോകത്തുള്ള സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായവരെ, അങ്ങയുടെ ബഹുമാനം കൊണ്ട് ഞാനിതാ കാവൽ ചോദിക്കുന്നു. എല്ലാ ഖിയാമത്ത് നാളിലും തങ്ങളെ കൊണ്ട് ഞാൻ കാവലാക്കുന്നു. അർജൂ യാ കരീമൽ ലഫ്വി അമ്മാ ജനതു യദാ യാ റബ്ബൽ ഹിബാഇ. വല്ലാതെ വിട്ടുവീഴ്ചയുള്ള കരീമായ നബിയേ, എന്റെ കൈകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾക്ക് തങ്ങളോട് സങ്കടം പറയുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ അവസാനം പറഞ്ഞത് എന്താണ്? ഫഖുൽ യാ അഹ്മദ് ബിൻ അലി നിദ്ഹബ് ഇലാ ദാരിൻ നഈമി ബിലാ സഖായി. സഹീഹുൽ ബുഖാരിക്ക് ലോകപ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ, ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠം പഠിച്ച ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ്. ഓ മുജാഹിദേ, ആ ഫത്ഹുൽ ബാരി, അതേ നിങ്ങളെ ഇബ്നു ബാസ് അതിനടിക്കുറിപ്പെഴുതിയില്ലേ? മുശ്രിക്കിന്റെ കിതാബിന് എന്തിനാണ് അടിക്കുറിപ്പെഴുതിയത്? ചോദിക്കട്ടെ, ദുബായിലെ ഭരണാധികാരി ആ ഫത്ഹുൽ ബാരി സൗജന്യമായി വിതരണം ചെയ്തില്ലേ? ലോകമൊട്ടാകെ അംഗീകരിക്കുന്ന ഫത്ഹുൽ ബാരി, നിങ്ങൾ ഓരോ സമയത്തും ഉദ്ധരിച്ച ഫത്ഹുൽ ബാരി, ഇവിടെ ഈ കുണ്ടോട്ടിയിലും നിങ്ങൾ ഉദ്ധരിച്ച ഫത്ഹുൽ ബാരി, ആ ഫത്ഹുൽ ബാരി എഴുതിയ ഇമാമാണ് പാടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഫഖുൽ, ഓ നബിയേ, തങ്ങളിങ്ങ് പറയണം നബിയേ, യാ അഹ്മദ് ബിൻ അലി നിദ്ഹബ് ഇലാ ദാരിൻ നഈമി ബിലാ സഖാഇ. പരാജയപ്പെടാതെ അനുഗ്രഹത്തിന്റെ വീടായ സ്വർഗത്തിലേക്ക് പോയിക്കോ അഹ്മദ് ബിൻ ഹജർ അസ്ഖലാനി. നിങ്ങൾ എന്നെ വിളിച്ച അപേക്ഷ സമർപ്പിച്ചവരല്ലേ, ദീനുൽ ഇസ്ലാം പ്രചരിപ്പിച്ച പണ്ഡിതനല്ലേ, പോയിക്കോ സ്വർഗത്തിലേക്കെന്ന് തങ്ങളൊന്ന് എന്നോട് പറയണേ നബിയേ. ഇത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് ഇമാമിങ്ങൾ ഇസ്തിഗാസ നടത്തിയില്ലേ? ഈ ഇമാമിങ്ങളൊക്കെയും അവരെ ഹജ്ജൊക്കെ അബൂജഹലിന്റെ ഹജ്ജാണല്ലേ? അവര് മദീനത്ത് പോയി നബിയെ വിളിച്ചതുകൊണ്ടും വിളിക്കാൻ പറഞ്ഞതുകൊണ്ടും മുഹീദ്ദീൻ ശൈഖ് അബൂജഹലാണല്ലേ? ഇബ്നു ഹജർ അസ്ഖലാനി അബൂജഹലാണല്ലേ? ഇമാം നബവി അബൂജഹലാണല്ലേ? ഓ മുജാഹിദ് ബാലുശ്ശേരി,
എല്ലാ മൗലവിമാരോടും ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കോ പടച്ചവനിൽ വിശ്വാസമില്ല, ശൈത്താൻ അള്ളാന്റെ പങ്കുകാരാണെന്നല്ലേ, അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്നല്ലേ, അള്ളാഹ്ക്ക് കയ്യും കാലുമുണ്ടെന്നല്ലേ? നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഈ സാധാരണക്കാരെ ഈമാൻ നിങ്ങൾ എന്തിന് കളഞ്ഞു വിളിക്കണം? എന്നിട്ടൊരു 5 ലക്ഷം ആളുകൾ മാത്രം മുസ്ലിമീങ്ങളോ, ബാക്കി ഹജ്ജ് ചെയ്യുന്ന എല്ലാവരും മുശ്രിക്കീങ്ങളാണെന്ന് നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ അതാ മുസ്ലിം ലോകത്തിന് ഇത്ര വലിയ മുസീബത്ത് സംഭവിച്ചിട്ട് അവിടെ മിനയിൽ വെച്ചതാ നൂറുകണക്കിന് മുസ്ലിമീങ്ങൾ മരിച്ചപ്പോ നിങ്ങൾ ആഹ്ലാദിച്ചില്ല മൗലവിമാരെ? ഇവര് ഇസ്ലാമിന്റെ ശത്രുക്കളല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആരാ? മുസ്ലിമേ. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് അതൊക്കെ ഞങ്ങളെ ഇമാമിങ്ങളല്ലേ, നിങ്ങൾക്കത് പറ്റൂലല്ലോ. നിങ്ങൾക്ക് ഖുർആന് തുല്യമായൊരു പണ്ഡിതനില്ലേ? അതല്ലേ ഇബ്നു തൈമിയ്യ. നിങ്ങളെ വിചിന്തനമല്ലേ ഇത്? നിങ്ങളെ പത്രത്തിൽ വിചിന്തനം. ഈ വിചിന്തനത്തിൽ നിങ്ങൾ എഴുതിയത് എന്താണ്? എന്താ പറയുന്നത്? ഇബ്നു തൈമിയ്യയുടെയും മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. ഖുർആനിന് തുല്യമായിട്ടൊരു പണ്ഡിതൻ, അള്ളാന്റെ കലാമിനോട് യോജിക്കുന്നു, കലാമിനോട് കടപിടിക്കുന്ന ഒരു പണ്ഡിതൻ, അള്ളാഹിനോട് യോജിക്കുന്നു, കലാമിനോട് യോജിക്കുന്ന ഒരു കലാം ഹരിത് ഇബ്നു തൈമിയ്യ, ഇബ്നു അബ്ദുൽ വഹാബ്. ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഇബ്നു തൈമിയ്യയുടെയും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. നിങ്ങളെ വിചിന്തനമാണിത്. ഈ വിചിന്തനം 2005 ഫെബ്രുവരി 25. അങ്ങനെ നിങ്ങൾ ഖുർആനിന് തുല്യമായി കാണുന്ന പണ്ഡിതൻ അല്ലേ ഇബ്നു തൈമിയ്യ? അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണിത്, ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. ഇതിലെന്താണ് അദ്ദേഹം പറയുന്നത്? ഇതിലദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖബറിന്റെ അടുക്കൽ വന്ന് സഹായം ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചപ്പോൾ സഹായം കൊടുത്തിട്ടുമുണ്ട്. കേട്ടോ മൗലവിമാരെ, وكذلك أيضا ما يروى أن رجلا جاء إلى قبر النبي صلى الله عليه وسلم فسكى إليه الجذباء من رماده فرآه وهو يؤمر ويأتي عمرا فيؤمر وأن يخرج فيستسقي بالناس فإن هذا ليس من هذا الباب ومثل هذا يقع كثيرا لمن هو دون النبي صلى الله عليه وسلم وأعرف من هذه الوقائع كثيرا. അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ക്ഷാമമുള്ള സമയത്ത് നബിയോട് വന്ന് ക്ഷാമത്തെ സംബന്ധിച്ച് അവലാതി ഖബറിങ്കൽ വന്ന് ബോധിപ്പിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചില നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ സംഭവം ഉണ്ടായി എന്ന് എനിക്കറിയാം. വകദാലിക സുആലു ബഅദിഹിം ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചില സംഗതികൾ അപേക്ഷിച്ചു. ഔലി ഗൈരിഹി, അല്ലെങ്കിൽ നബി അല്ലാത്ത മറ്റു ചില മഹാന്മാരോട് അപേക്ഷിച്ചു. മിൻ ഉമ്മത്തിഹി, നബിയുടെ ഉമ്മത്തുകളിൽപ്പെട്ട. എന്തിനാണ് അപേക്ഷിച്ചത്? ഹാജതഹു, അവരാവശ്യം നിർവഹിച്ചു കിട്ടാനാണ് മരിച്ചുപോയ മഹാന്മാരോട് അപേക്ഷിച്ചത്. ഫതുഖ്ലാലഹു, എന്നിട്ട് അവരെ അപേക്ഷ അനുസരിച്ച് അവർക്കത് വീട്ടി കിട്ടി, അവരെ മുറാദ് ഹാസിലായി. ഫഇന്ന ഹാദാ ഖദ് വഖഅ കസീറൻ, ഇത് ധാരാളം സംഭവിച്ച കാര്യമാണ് മക്കളെ. നബിയോട് ചോദിച്ചിട്ടും കിട്ടിയിട്ടുണ്ട്, നബിന്റെ ഉമ്മത്തുകളിൽപ്പെട്ട മഹാന്മാരോട് ചോദിച്ചിട്ടും മുറാദ് ഹാസിലായിട്ടുണ്ട്. വലൈസ ഹുവ മിമ്മാ നഹ്നു ഫീഹി, ഞാൻ അതൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. അയാൾ പറയാണ്, വഅലൈക അൻ തഅലമ അന്ന ഇജാബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ശരിക്കും മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം കൊടുത്തത് ഔ ഗൈരിഹി, അല്ലേ റസൂലുള്ളാഹിയല്ലാത്ത മഹാന്മാർ ഉത്തരം കൊടുത്തത് ലിഹാഉലായി സായിലീന, ഈ ഖബറിന്റെ അടുക്ക പോയിട്ടും മറ്റും ചോദിച്ചവർക്ക്, വിളിച്ച് സഹായം തേടിയവർക്ക് ഉത്തരം കൊടുത്തത് ലൈസ മിമ്മാ യദുല്ലു അല ഇസ്തിബാബി സുആലി, അതുകൊണ്ട് അവരോട് ചോദിക്കൽ സുന്നത്താണെന്ന് കിട്ടൂല. സുന്നത്താണ് അയാൾ പറയുന്നില്ല, നമ്മൾ പറയാത്ത പറയണ്ട. സുന്നത്താണെന്ന് കിട്ടൂല, സുന്നത്താണ് നിങ്ങൾ പറയണ്ട. പക്ഷേ ചോദിച്ചാ മുസ്ലിക്കാവോ? അയാൾ തന്നെ പറയട്ടെ. അയാൾ പിന്നെയും പറയാണ്, ഫഇന്നഹു ഹുവൽ ഖായിലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഹദക്കും ലയസ്അലുനിൽ മസ്അലത വയുതീഹി ഇയാഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാചിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നോട് യാചിച്ചാൽ ഞാൻ കൊടുക്കും, പക്ഷെ ആവശ്യമില്ലാതെ യാചിക്കുകയാണെങ്കിൽ ഫയഖ്റുജു ബിഹാ യതാബതുഹാ നാറൻ, ആവശ്യമില്ലാതെ യാചിക്കുന്നവൻ തീയും വാങ്ങിയിട്ടാണ് പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോ ഫഖാലു യാ റസൂലല്ലാഹ്, ചോദിച്ചു. യാചകന്മാരെ സംബന്ധിച്ച് വന്നൊരു ഹദീസാണ്. അപ്പൊ അവര് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ ഫലിമ തുതീൻ, പിന്നെ
യാചിക്കുന്നവർക്ക് തങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? ഖാല യബൂന ഇല്ലാ യസ്അലൂനി, അവരെന്നോട് യാചിക്കുകയാണ്. ഫയബല്ലാഹു ലിൽ ബുഖ്ല, എനിക്കാണെങ്കിലോ ബഖീൽ തരം കാണിക്കാൻ പറ്റൂല, ചോദിച്ചാൽ കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് യാചനയെ സംബന്ധിച്ച് വന്നൊരു ഹദീസ് അവിടെ ഉദ്ധരിച്ചിട്ട് അയാൾ ഉരുണ്ട് മറിഞ്ഞിട്ട് പറയുന്ന വാചകം കേട്ടോളൂ. അക്സറു ഹൗലായി സായിലീനൽ മുലിഹീന ലിമാ ഹും ഫീഹി മിനൽ ഹാലി. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷ സമർപ്പിക്കുന്ന കക്ഷികൾ, അവസ്ഥയുള്ള കക്ഷികൾക്ക് ലൗലം യുജാബൂ, നബി ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ലത്തറബ ഈമാനുഹും, അവരെ വിശ്വാസം പടച്ചു പോകും. അതുകൊണ്ട് നബി ഖബറിൽ വെച്ച് സഹായിക്കുന്നത് കമാ അന്ന സായിലീന ലഹു ഫിൽ ഹയാതി കാനൂ കദാലിക, ജീവിതകാലത്ത് നബിയോട് ഒരാൾ യാചിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അള്ളാന്റെ നബി ഞങ്ങളെ നേതാവായിട്ട് ഞാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്ന വല്ലായ്മ കൊണ്ട് അയാളെ ഈമാൻ പോയി പോകുന്നത് പോലെ വഫാത്തിന്റെ ശേഷം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ നേതൃത്വത്തെ സംബന്ധിച്ചുള്ള വിശ്വാസം കുറഞ്ഞ് അയാളെ ഈമാൻ നശിച്ചു പോകുമെന്ന പേടി കൊണ്ടാണ് ഞാൻ മരിച്ചതിന് വഫാത്തിന് ശേഷവും അപേക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്നതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥമെന്ന് അതാ ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തുന്നു. എന്തായത്? അള്ളാഹുവിന്റെ റസൂല് ഖബറിന് കൊടുക്കുന്നു, സഹായം ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നു. അങ്ങനെ നബി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ഇബ്നു തൈമിയ്യ പറയുന്നത്, കൊടുത്തിട്ടില്ലെങ്കിൽ ചോദിച്ചവരെ ഈമാനിന് കേടുവരൂ. ചോദിച്ചതുകൊണ്ട് എന്താണ് ഈമാനിന് കേടുവന്നിട്ടില്ല, ചോദിച്ചത് കൊണ്ട് ഒരു കേടു ഈമാനിന് വന്നിട്ടില്ല. ചോദിച്ചിട്ട് നബി കൊടുത്തില്ലെങ്കിൽ വല്ലായ്മ ഉണ്ടായ ഈമാനിന് കേടുവരൂ. അതുകൊണ്ട് എന്താ നബി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതല്ലേ ഇബ്നു തൈമിയ്യ വരെ എഴുതിയത്. എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഈ കോടിക്കണക്കായ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയത്? ഇബ്നു തൈമിയ്യ ഖുർആൻ പോലെയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ഇനി സഹോദരന്മാരെ, ഞാൻ ചുരുക്കി പറയട്ടെ, ഇവിടെ വന്ന ചില മൗലവിമാരെ കുറച്ച് പ്രസംഗം കേൾപ്പിക്കാണ്ട് നിങ്ങൾക്ക്. വലിയ ആലിമീങ്ങൾ വന്നല്ലേ, ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു മൗലവി വന്നത് കാസർകോട്ടെന്ന്. ഒരു സംഗതികൾ ചിന്തിച്ചോന്നറിയില്ല, സുന്നി പണ്ഡിതന്മാര് കൂട്ടത്തോടെ മുജാഹിദിലേക്ക്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒറ്റ കുട്ടീനെ കണ്ടില്ല. ഏറ്റവും കൂടുതൽ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും മുസ്ലിമീങ്ങളും ഉള്ള മലപ്പുറം ജില്ലയിലാണ്. ഒറ്റ കുട്ടീനെ കണ്ടില്ല. കോഴിക്കോട് ജില്ലയൊന്നും കണ്ടില്ല, കണ്ണൂർ ജില്ലയിലില്ല. പിന്നെ എവിടുന്നാ വന്നത്? കുറച്ച് തെക്കുന്നും കുറച്ച് വടക്കുന്നും. അതെന്താ ഈ തെക്കുന്നും വടക്കുന്നും വരാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? പറയാ, അതിന് കാരണമുണ്ട്. എന്താ കാരണം? വടക്കും തെക്കും തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നമ്മുടെ ഈ മലബാറിൽ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനം ശക്തമല്ല. തബ്ലീഗ് ജമാഅത്ത് മുജാഹിദിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള സംഘടനയാണെന്ന് നമ്മുടെ ആലിമീങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ? പോയവരൊക്കെ ആരാ? മുഴുവൻ തബ്ലീഗുകാരല്ലേ, NDF-കാരുമല്ലേ? ഞാൻ കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോ അത്തരം ചില സംഘടനകൾ സുന്നികളെ മുജാഹിദിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ളതല്ലേ? അതുകൊണ്ട് തന്നെ പോയവരാരാന്ന് അവരെന്നെ നാവുകൊണ്ട് പറയുന്നു. ഒരാൾ പറയുന്നു ഞങ്ങളൊക്കെ NDF-കാരാണ്, ഒരാൾ പറയുന്നു ഞങ്ങളൊക്കെ ഞാനും തബ്ലീഗുകാരനാണ്. ഇപ്പൊ സുന്നിന്നൊരാളും പോയിട്ടില്ല കേട്ടോ. പോയതൊക്കെ മുബത്തദീങ്ങൾ തന്നെ. ഒരു സ്ഥലത്തുനിന്ന് തെറിച്ച് മറ്റേ സ്ഥലത്ത്. അതുണ്ടല്ലോ വെള്ളമൊക്കെ ചില സ്ഥലത്ത് സെപ്റ്റിക് ടാങ്കി എന്നൊക്കെ പറയും. അതിന് ചില അറകളുണ്ടാവും. ഒരറ, അവിടെ വേറൊരറ, ഇങ്ങനെ അറ മാറിയിട്ടുണ്ടാകാം. നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ആര് പോയി എന്നാ നിങ്ങൾ പറഞ്ഞത്? മറ്റൊന്നുകൂടി ഉണ്ട് അതിനൊരു രഹസ്യം. അതെന്താ? സുന്നത്ത് ജമാഅത്തിന്റെ പ്രസംഗങ്ങളും ക്ലാസുകളും വേണ്ടതുപോലെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മുജാഹിദീങ്ങളായ മൗലവിമാർ ഒരു പച്ചക്കള്ളം പറയുമ്പോ, കബളിപ്പിക്കുമ്പോ അതിന്റെ മറുപടി കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തഹ്ഖീഖില്ലാത്ത ചില മൗലവിമാര് ദർസെടുത്താനിരുന്നിട്ട് അവരെ മുന്നിൽ വന്ന കുട്ടികൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ കുട്ടികൾക്ക് സംശയം വന്നു. ആ കുട്ടികളായി പോയതല്ലാതെ മൗലവിമാരല്ല പോയത്. പോയോന്റെ ഞാൻ കാണിച്ചില്ല, ഒറ്റ രോമം താടി ഉളക്കാത്തവനൊക്കെ പോയത്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്താണ്? വിവരമില്ലായിട്ട് പോയി. വിവരമുണ്ടേ പോവോ. അതുകൊണ്ട് ആദ്യമായി നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കുന്നത്, സഹോദരന്മാരെ, കാസർകോട്ട് നിന്ന് വന്നൊരു ചങ്ങാതി, മൂപ്പര് വലിയ വലിയ മൗലവിയാന്നാ പറയും. അയാൾ പറഞ്ഞു കാസർകോട്ടുകാര് മുഴുവനും ഖബറാരാധകന്മാരാണ്. കാസർകോട്ടുകാർ കേൾക്കണ്ട,
കാസർഗോഡുകാർ മുഴുവൻ ഖബറാരാധകന്മാരാണ് പോലും. സുബ്ഹാനല്ലാഹ്. ഞാൻ ആദ്യമായി വിദേശത്ത് പോയി കാസർഗോഡുള്ള ഒരു വ്യക്തി എനിക്ക് വിസ തന്നിട്ടാ. കാരണം കാസർഗോഡ് പോയാൽ നല്ലൊരു സന്തോഷമാണ്. എന്താണ്, നല്ല തൊപ്പിയും ധരിച്ചിട്ട് കാർ ഓടിക്കുന്ന ഒരുപാട് മുതലാളിമാരുണ്ടാവും, നല്ല ദീനിച്ചിട്ടുള്ള മുതലാളിമാർ. മഹാന്മാരായ ഔലിയാക്കളെയും മാലിന്യങ്ങളെയും സാലിഹ്യങ്ങളെയും സാദാത്തുക്കളെയും വലിയ ബഹുമാനാണ് ഈ കാസർഗോഡിന്. മലപ്പുറം ജില്ലക്കുണ്ട് അതുപോലെ ചെയ്ത പ്രത്യേകതകൾ, വലിയ സ്നേഹമാണ് ആലിമീങ്ങളോടും സാലിഹ്യങ്ങളോടൊക്കെ മുമ്പേ ഉള്ളതാ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ കാസർകോട്ടുകാർ മുഴുവനും ഖബറാരാധകരാണെന്ന് പറയും. എന്നിട്ട് മൂപ്പര് സങ്കടം പറയും. എന്നാ സങ്കടം അറിയോ? ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചപ്പോ എന്റെ നാട്ടുകാർ പറയുന്നു എന്ത്, ഞാൻ അവനെല്ലാം കാഫിറാക്കി കളഞ്ഞു. ഖബർ ആരാധകരാണ് ഇയാൾ പ്രസംഗിക്കുക. എന്നിട്ട് ഞങ്ങളെ കാഫിറാക്കി എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് കുറ്റം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഖബർ ആരാധിച്ച കാഫിറാവൂലേ മൗലവി? അല്ലല്ലാത്തവനെ ആരാധിച്ചിട്ട് കാഫിറാവൂല. നിങ്ങൾക്ക് ഏത് മൗലവിയാ പഠിപ്പിച്ചു തന്നത്? അജ്മഅ ജമീഉൽ അംബിയായി അജ്മഅ കുല്ലുൽ അംബിയായി അലാ അന്ന ഇബാദത ഗൈറില്ലാഹി കുഫർ. അല്ലല്ലാത്തവനെ ആരാധിച്ച കാഫിറാത്ത ഏതെങ്കിലും ഒരാളുണ്ടാവും. അപ്പൊ ഖബർ ആരാധകരാണെന്ന് നിങ്ങൾ എന്നെ പറഞ്ഞു, നിങ്ങൾ പറയുന്നു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയുന്നത് ഞാൻ എന്നിട്ട് കാസർഗോഡുകാരെ കാഫിറാക്കി എന്നിട്ട് എന്റെ ഭാര്യ എന്റെ തലാഖ് ചോദിച്ചറിഞ്ഞു, എന്റെ കേസ് എടുക്കാണ്, മൗലവി എന്നെ പ്രസംഗിക്കാണ്. എന്തിനും വയ്യാതെ എനിക്ക് പോയത് പഠിച്ചുകൂടായിനോ? ഇപ്പം ഭാര്യനെ കിട്ടുന്നില്ല, നമ്മളെന്താ ചെയ്യാ? സുന്നിയായി വന്നാൽ എവിടെ നിന്നും കിട്ടുമോ നോക്കാം. കേട്ടോളി നിങ്ങളെ രണ്ടും വെക്കുമോനെ. ഇനി ഇവിടുത്തെ ഓരോ മൗലവിന്റെ കേൾപ്പിക്കാം. കാസർഗോഡ് ജില്ലയിൽ മൊത്തവും ആളുകളൊക്കെ കൂടുതലും ഖബറാരാധകരാണ്. അതുകൊണ്ട് അവർ ഖുറാഫികളാണ്. അതെ, ഇതാണ് ഇപ്പൊ അയാൾ പ്രസംഗിച്ചത്. എല്ലാം 10 അയാളെ വേറെ തീർത്ത് കേൾപ്പിക്കല്ലോ ലക്ഷ്യം. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ലേ? കാസർകോട്ടുകാരൊക്കെ ഖബറാരാധകരാണ്, ഖുറാഫികളാണ്. ഇനി ബാക്കി വെക്കുമോനെ അയാളിന്റെ ആക്ഷേപം പറയുന്നത്. കാസർഗോഡ് ജില്ലക്കാർ മൊത്തവും കാഫിരീങ്ങളാണെന്ന് അഷ്റഫ് പറഞ്ഞു. അതുകൊണ്ട് അവൻ കാഫിറാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അങ്ങനെ കുടുംബത്തിലും നാട്ടിലും എല്ലാം ഫിത്നയും ഫസാദും ഉണ്ടാക്കി, സ്വന്തം ഭാര്യയെയും കുട്ടിയെയും വേർപെടുത്തി ഇങ്ങനെ പല ഫിത്നകളും അവർ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം ഇന്നും അതിന്റെ പേരിൽ കോടതിയിൽ കേസുമായി നടക്കുകയാണ് ഞാൻ. എന്നാൽ അയാളിന് മുഴുവൻ പ്രവാചകരും പ്രാർത്ഥിച്ചത് അള്ളാഹിനോട് മാത്രമാണ് എന്നിട്ട് പിന്നെ അയാൾ സമർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മുജാഹിദിലേക്ക് പോയത് നാം മൂപ്പര് പറയും. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, പ്രാർത്ഥന ഇവർ പറയുന്നത് എന്തിനാ? അപേക്ഷ, സഹായം തേടൽ. അതിനാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. മുഴുവൻ പ്രവാചകന്മാരും അള്ളാഹിനോട് മാത്രമേ സഹായം തേടിയിട്ടുള്ളൂ. ആദ്യ ആൾ പറയുന്നത് പ്രാർത്ഥിച്ചത് മുഴുവൻ പ്രവാചകന്മാരും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. അതെ, അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഈ പാരമ്പര്യവും പൈതൃകവും അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ല പറയുമ്പോ ഞാൻ ചിന്തിച്ചുപോയി, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഖുർആനാണല്ലോ. അങ്ങനെയാ മൂപ്പരെന്തായത്? മുജാഹിദിലേക്ക് പോയത് എന്നാ പറയും. എന്നാ ഞാൻ പറയട്ടെ മൗലവി, നിങ്ങൾക്ക് ഖുർആനൊന്നെടുത്തോതി നോക്കിക്കൂടായിരുന്നോ? ഖുർആനിൽ അല്ല പറയുന്ന ആയത്ത് ഉണ്ടോ എന്ന് നോക്കിക്കോ പോയിട്ട്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശത്രുക്കൾ കൊല്ലുമെന്ന നിലക്കായപ്പോ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? ഖുർആനിൽ അല്ല പറയുന്നു, ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുൽ കുഫ്റ ഖാല മൻ അൻസാരി ഇലല്ലാഹ് ഖാല അൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് വസ്അദ് ബിഅന്നാ മുസ്ലിമൂൻ. ശത്രുക്കൾ കൊല്ലുമെന്ന നിലക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം സൃഷ്ടികളോട് സഹായം ചോദിക്കുന്നു. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, മഹാന്മാരായ ഹവാരിയാക്കൾ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ സഹായികളാണ് കേട്ടോ. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നത് നോക്കൂ. പേരോട് സ്വന്തം വക പറയുകയല്ല, ഇസ്തൻസറ അലൈഹിം, ശത്രുക്കൾക്കെതിരായി ഈസാ നബി അലൈഹിസ്സലാം സഹായം തേടി. മഹാന്മാര് സഹായം ചെയ്യണമെന്ന് പറഞ്ഞു.
ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സൂറത്തുൽ കഹ്ഫിലെ അഈനൂനി ബിഖുവ്വത്തിൻ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ വദുൽഖർനൈൻ ലം യറഫു നബിയാ കദാലുഖമാനു ഫഹദർ അൻജിദാലി. നബിയാണെന്ന് ഉറപ്പില്ലല്ലോ, നബിയായി അറിയപ്പെട്ടില്ലെന്നാണല്ലോ, അതുകൊണ്ട് ഒരു നബിയല്ലല്ലോ എന്നാണോ ചോദ്യം? എന്നാ അതേ അൽ കഹ്ഫ് സൂറത്തിന്റെ അപ്പുറം ഓതൂ മൗലവി, കാണാം നബിയുല്ലാഹി മൂസ ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാം ഹത്ത ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ ഇസ്തതഅമാ അഹ്ലഹാ ഫഅബൗ അൻ യുദയ്യിഫൂഹുമാ. അതെ, അവരൊരു സ്ഥലത്തെത്തിയപ്പോൾ അവര് ഭക്ഷണത്തിന് തേടി. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആനിലില്ലേ? എന്നിട്ട് അമ്പിയാക്കൾ ഭക്ഷണത്തിന് സൃഷ്ടികളോട് തേടിയില്ലേ? ഇനിയും വേണോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അതാ അനുയായികൾ വന്നിട്ട് വെള്ളത്തിന് തേടുന്നു. ഖുർആൻ പറയുന്നു വഔഹൈനാ ഇലാ മൂസാ ഇസ്തസ്ഖാഹു ഖൗമുഹു. മൂസാ നബി അലൈഹിസ്സലാമിനോട് മൂസാ നബിയുടെ അനുയായികൾ വെള്ളത്തിന് തേടിയപ്പോൾ മൂസാ നബി കുഴൽ കിണറിന്റെ ഏജന്റല്ല, കിണർ വിളിക്കുന്ന ആളല്ല. മൂസാ നബിക്ക് അല്ല കൊടുക്കുന്ന മുഅ്ജിസത്ത് മുഖേന സഹായിക്കാൻ അനുയായികൾ വന്ന് വെള്ളത്തിന് നബിയോട് തേടുകയാണ്. അപ്പൊ അല്ല എന്താ പറഞ്ഞത്? അല്ല പറഞ്ഞു, എന്തേ അൽമനാർ വായിക്കാറില്ലേ? നിങ്ങളെന്തേ മൂസാ നബിയോട് തേടുന്നു? മൂസാ നബി എന്താ പറഞ്ഞത്? ഹേയ്, നമ്മൾ അനുയായികളായിട്ട് നിങ്ങൾ എന്നോട് തേടി, അള്ളാഹിനോടല്ല തേടാൻ പാടുണ്ടോ എന്ന് പറയാൻ മൂസാ നബി അലൈഹിസ്സലാം മുജാഹിദല്ലല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ള വഹി കൊടുക്കുന്നത് ഇസ്തസ്ഖാഹു ഖൗമുഹു. മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോ അള്ള വഹി അറിയിക്കുന്നു, മൂസാ നബിയേ അനിദ്രിബ് ബിഅസാക്കൽ ഹജർ. വെള്ളം കൊടുക്കണ്ടേ തങ്ങളോട് തേടിയവർക്ക്? അതിനെന്താ വേണ്ടത്? നിങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് പാറക്കൊരടി കൊടുക്കുക. 12 തോടുകൾ അതാ പാറയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്നു. അസാധാരണമായ മാർഗത്തിലൂടെ, അഭൗതികമായ വഴിയിലൂടെ സഹായം കിട്ടാൻ വേണ്ടി ചോദിക്കുകയും അഭൗതികമായ വഴിയിലൂടെ അള്ളാഹുവിന്റെ സഹായം അള്ളാഹിന്റെ നബിയോട് ചോദിച്ചപ്പോൾ അള്ള കൊടുക്കുന്നു. അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ളൊരു കാരണമാണ് അള്ളാഹിന്റെ അമ്പിയാക്കളോട് ചോദിക്കൽ. അതല്ലേ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്? ഇനിയും എത്രയുണ്ട് സഹോദരന്മാരെ, ഞാൻ ഡസൻകണക്കിന് ആയത്തുകൾ മുജാഹിദിന്റെ മൗലവിമാരെ, നിങ്ങൾ ഈ വിവരമില്ലാത്ത ജനങ്ങളെ വന്ന് പിഴപ്പിക്കുന്നതിന് പകരം നിങ്ങളെ മുന്നിൽ ഞാൻ ഡസൻകണക്കിന് ആയത്തുകൾ അമ്പിയാക്കൾ അള്ളാഹുവിനോട് വിളിച്ചു തേടിയതിന്റെ പുറമെ അമ്പിയാക്കൾ തന്നെ സൃഷ്ടികളോട് തേടിയതും സൃഷ്ടികൾ അമ്പിയാക്കളോട് തേടിയതും എന്നിട്ട് അവര് സഹായിച്ചതും, അതേ നിങ്ങൾ ഇബ്നു തൈമിന്റെ വാചകം മാത്രമല്ലല്ലോ, ഖുർആനിലെ ആയത്തുകൾ തന്നെ ഡസൻ കണക്കിന് ഞാൻ നിങ്ങളെ മുന്നിൽ ഓതിയില്ലേ വാദപ്രതിവാദത്തിൽ. എന്നിട്ട് നിങ്ങൾ ആ ആയത്തുകളെ സംബന്ധിച്ച് ഉഖാമ എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ മൗലവിമാരെ. നിങ്ങളത് കേട്ടിട്ട് തലകുലുക്കുകയല്ലേ ചെയ്തത്? ഇപ്പൊ നിങ്ങൾ സാധാരണക്കാരെ നിങ്ങൾ വഞ്ചിക്കുന്നത് എന്തിനാണ്? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഖുർആനിൽ അല്ലാഹു പറയുന്നു സഹായം തേടിയാൽ സഹായിക്കണം. ഇനിസ്തൻസറൂകും ഫിദ്ദീനി ഫഅലൈകുമുൻ നസ്ർ. ദീൻ കാര്യത്തിൽ നിങ്ങളോട് സഹായം തേടിയാൽ നിങ്ങൾ സഹായിക്കണേ. സഹായം തേടരുതെന്ന് ഖുർആൻ പറയുന്നില്ല. ആരാധന അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. അതേ സമയത്ത് അല്ലാഹു തആല സഹായത്തിന്റെ കാരണങ്ങളായി നിശ്ചയിച്ചവരോട് സഹായം തേടിയാൽ അല്ലാഹുവിന്റെ സഹായം കിട്ടും. അതിനാണ് മഹാന്മാരോട് തേടുന്നത്. ഇക്കാര്യം മുസ്ലിമീങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മൗലവി പച്ചക്കള്ളം വിവരമില്ലാതെ പറയുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? ഈ മൗലവിമാർക്ക് ഇങ്ങനൊക്കെ പറയാന് എങ്ങനെ ധൈര്യം വരുന്നതറിയോ നിങ്ങൾ? അത് ഈ മാമോദിസ മുക്കുക എന്നൊരു പരിപാടിയുണ്ട് ക്രിസ്ത്യാനിയിലേക്ക് പോകുമ്പോൾ. ഇതുപോലെ മുജാഹിദിന് ചെന്നാൽ ആദ്യത്തെ പരിപാടി എന്താണെന്നറിയോ? നുണ പറയൽ ഹലാലാണ് എന്ന് പഠിപ്പിക്കല, കളവ് പറയൽ ഹലാണെന്ന് പഠിപ്പിക്കൽ. പഠിപ്പിക്കൽ മാത്രമല്ല, പിന്നെ നുണ ഏറ്റവും നന്നായി പറയുന്നവരായി വിദഗ്ധരായി മൗലവിമാരെ പ്രാക്ടീസ് ആക്കുക. എന്നിട്ടോ അങ്ങനെയുള്ള മത്സര പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുക, പ്രോത്സാഹന സമ്മാനം. എന്തിന്? നുണ പറഞ്ഞു പഠിക്കാൻ. നുണ പറഞ്ഞു പഠിക്കാൻ. അതാണ് ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്.
മുജാഹിദുകള് നുണ പറയൽ മത്സരം നടത്തിയിട്ട് 6 റക്സോണ സോപ്പ് ഒരു മൗലവിക്ക് സമ്മാനം. ഏത് മൗലവി? തെക്കൻകുറ്റൂര് പള്ളിയിലെ ഖത്തീബ് അബ്ദുറഹ്മാൻ മൗലവി. എന്നിട്ട് അയാൾ പറയുന്ന ഈ കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ നേതാക്കന്മാരായ മൗലവിമാരോട് ചോദിച്ചു ഇത് നമുക്ക് പറ്റുമോ? അപ്പൊ മൗലവിമാര് പറഞ്ഞ് സഹാബികളൊക്കെ അങ്ങനെ കളവ് പറയൽ മത്സരം നടത്താറുണ്ട്. ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗറിൽ സാഹിബാണ് ഇത് അടുത്ത ഇന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങളെ ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ട്, ഇവര് പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങൾ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്നുള്ള നിലയ്ക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും, അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അസ്ഗറിൽ സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതായത് ഇപ്പോ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ, അപ്പൊ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു. ഞങ്ങളിപ്പോ ഞങ്ങളെ നേതാക്കന്മാരല്ലേ, ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഗൈഡ് വരുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങളങ്ങനെ വിശ്വസിച്ചു പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്നപ്പോൾ ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തർ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത്. ഈ ഗ്രൂപ്പിൽ നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ്. അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല, എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത്. കൂടുതൽ പോയിന്റ് നേടിയെന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നെയാണ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ അതിന് സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ 6ഓളം സോപ്പും പെട്ടി, പിന്നെ അതുപോലെ തന്നെ റക്സോണ സോപ്പ്, ഇതൊക്കെയാണ് കിട്ടിയത്. അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത്, ഒരു സോപ്പും പെട്ടിയാണിത്. അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ എത്ര അഭിമാനത്തോടെയാ പറയുന്നത്. അപ്പോ ഏത് മൗലവിയും എന്താണ് ഒരു 3 സ്വലാത്ത് എല്ലിൽ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്തിനാ നിങ്ങൾ കൊണ്ട് സ്വലാത്ത് ചൊല്ലിച്ചെന്ന് മനസ്സിലായിരുന്നോളി. പറയാ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അതൊന്ന് പ്രത്യേകം ഞാൻ പ്രകടിപ്പിച്ചതാണ്. എന്തുകൊണ്ട്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം. അവിടുന്ന് 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞില്ലേ, സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദാബൂന. ആഖിർ സമാനാകുമ്പോ, അന്ത്യനാളാകുമ്പോ ദജ്ജാലൂന ചില കബളിപ്പിക്കുന്നവര് വരും, കദാബൂന ധാരാളം കള്ളം പറയുന്നവര് വരും. കളവ് പറയൽ മത്സരം വരെ നടത്തിയിട്ട് സമ്മാനം കൊടുക്കുന്ന മൗലവിമാരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് മുൻകൂട്ടി തന്നെ അള്ള കൊടുക്കുന്ന മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് ആ നിലക്ക് പറയുകയാണ്. കദ്ദാബൂന, ധാരാളം കള്ളം പറയുന്ന മൗലവിമാര് വരും. യതൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടവർ വരും. സുബഹി നിസ്കരിക്കുന്ന സമയത്ത് സുബഹിന്റെ ബാങ്കും കൊടുത്ത് ഇഖാമത്തും കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് റമളാൻ മാസത്തിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ് മൗലവിമാര് പറയുന്നത്. പുതിയ പുതിയ വർത്തമാനങ്ങൾ, ഈ പുതിയ പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരും. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇയ്യാകും വയ്യാകും, അവരെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. യായുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവര് നിങ്ങളെ പേപ്പിക്കരുതേ, ഫിത്നയാക്കരുതേ. ഇനി നമ്മളെ 4ാമത്തെ വന്ന മൗലവിക്ക് ഒരു പുതിയ അർത്ഥമുണ്ട്. ഇവിടെയും വന്നിട്ട് ഒരു സാധുവായി പറഞ്ഞിരിക്കുന്നത്, അത് കേട്ട് പഠിച്ചതാ. എന്താ പറഞ്ഞൊരു, ഇത് സഹാബികളോടാ പറഞ്ഞത്. അതുകൊണ്ട് സഹാബികളെ കാലത്ത് അവരുടെ മുൻഗാമികളായ ആളുകൾ അബ്ദുല്ലാഹിബ്നു ഉമറിനെ പോലത്തെ ആളാണെന്ന് അവൻ പറഞ്ഞു. എന്തായാലും അബ്ദുല്ലാഹിബ്നു ഉമറിനെ പോലത്തെവരാണെങ്കിൽ ഉമർ ഖത്താബിനെ ആയിക്കോട്ടെ. അങ്ങനത്തെ ആളുകൾ കേൾക്കാത്ത ചില സംഗതിയും കൊണ്ട് വരും എന്നാണ് ഹദീസിന്റെ അർത്ഥം. ഞാൻ ചോദിക്കുന്ന ഹദീസിന്റെ അവസാനം എന്താ മൗലവി? ഇയ്യാക്കും വയ്യാവും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരെ നിങ്ങൾ പിഴപ്പിച്ച് കളയരുത്. തുടക്കത്തിൽ എന്തായാലും ഹദീസിന്റെ തുടക്കം ഖിയാമത്ത് നാളാകുമ്പം വരും. സയഖൂനു ഫീ ആഖിരി സമാനി, ഖിയാമത്ത് നാളാകുമ്പം വരും. ഇപ്പൊ ഖിയാമത്ത് നാളാകുമ്പം കുറച്ച് കള്ളത്തരം പറയുന്നവർ വരും. അവരാരാ സൂക്ഷിക്കേണ്ടത്? 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോകുന്ന സഹാബികൾ അവരെ സൂക്ഷിക്കണം. അവർ നമ്മളെ പേപ്പിച്ച് കളിയോന്ന്, കബറിന്റെ ഉള്ളിൽ നിന്ന് പേപ്പിച്ച് കളിയോന്ന് സൂക്ഷിക്കണം. ഇങ്ങനെയാണോ മൗലവി അർത്ഥം? ഒരു ഹുസൈൻ സലഫി എന്ന് പറയുന്ന ഒരാള്, അയാള് വിവരം കെട്ടതിന് ബാക്കിയുള്ളവർ വിവരം കെടണോ? ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു സഹാബത്തിന് പേപ്പിക്കരുതെന്നോ? അതെന്ത് പേപ്പിക്കലാണത്? ഇത്രയും ചിന്താശക്തിയില്ലാതെ പോയല്ലോ.